بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. يا سيد الأبرار حبك في دمي نهر على نهر الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ അറിയാനും പറയാനും അത് ജീവിതത്തിൽ പകർത്തി മുത്തഖിയായി ജീവിച്ച് മുത്തഖിയായി മരണപ്പെടാനും ഈ സദസ്സ് അള്ളാഹു ഒരു കാരണമാക്കി തരുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ദീർഘനേരത്തെ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. നാം എല്ലാവരും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതും വളരെ ലളിത രൂപത്തിൽ വിശദീകരിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഒരിക്കൽ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഉടനെ പറഞ്ഞു, തങ്ങളെ കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ് നബിയെ. തങ്ങളെ കണ്ടാൽ എൻ്റെ മനസ്സിനൊരു കുളിരാണ്, സന്തോഷമാണ്. മഹബത്തുള്ള ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അറിയാനും അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ റൗളയും മദീനയൊക്കെ സിയാറത്ത് ചെയ്യാനൊക്കെ പൂതിയുണ്ടാവും, ആഗ്രഹമുണ്ടാകും. അതൊരാളുടെ കൽബിൽ മഹബത്തുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇല ജുഹരിഹ. പാമ്പ് മാളത്തിൽ നിന്ന് വരുന്ന സമയത്ത് എന്ത് പ്രയാസമുണ്ടെങ്കിലും വളരെ വേഗത്തിൽ മാളത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് ആലോചിക്കുന്നത് പോലെ മുഅ്മിനായ മനുഷ്യൻ എന്തെങ്കിലും ടെൻഷൻ മനപ്രയാസം വന്നാൽ എനിക്ക് മദീനയിൽ പോയാൽ ഒന്ന് റാഹത്താകും എന്ന് ചിന്തിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അള്ളാഹു നമുക്കെല്ലാം പലതവണ ആ നാട്ടിലെത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളി അർവാഹിൻ്റെ ലോകത്തുനിന്ന് എത്ര തവണയാണോ ഒരാൾ ആ വിളിക്ക് ഉത്തരം നൽകിയത്, അത്രയും തവണ ഹജ്ജിന് പോകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ വിളി ലഭിക്കുന്നവർക്കാണ് മദീനയിലെത്താനുള്ള തൗഫീഖ് ലഭിക്കുക എന്ന് ഹുസ്നു തവസ്സുൽ എന്ന ഗ്രന്ഥം എഴുതി വെക്കുന്നുണ്ട്. ഒരുപാട് തവണ അവിടുന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ എത്തിച്ചേരും.
ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം എന്നുള്ളത്, അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്, അവിടുത്തെ കേൾക്കാൻ പൂതി വെക്കുന്നത് മഹബത്തിൻ്റെ അടയാളമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ അയാളിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇഷ്തിയാഖു ലിഖാഇഹി എന്ന അയിമ്മത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ, തെറ്റ് ചെയ്തു പോയ മനുഷ്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുമോ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്താവയിൽ ആ ഒരു ചർച്ച ഉണ്ട്. അതിന് മഹാന്റെ മറുപടി കാണാം എന്നാണ്. പ്രതീക്ഷ കൈവിടാതെ നന്നാവാനുള്ള ശ്രമം നടത്തുമ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന അർത്ഥത്തിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അവിടുന്ന് പറഞ്ഞ മറുപടിയുമാണ് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ വിഷയം. എന്താണ് ചോദ്യം? അംബിഇനി അൻ ഷൈഇൻ ഇദാ അഖദ്തു ബിഹി ദഖൽതുൽ ജന്ന. നബിയെ, എനിക്ക് തങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാവോ? ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പുലർത്തി പോകുകയാണെങ്കിൽ ദഖൽതുൽ ജന്ന, എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റണം. ചുരുക്കത്തിൽ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു തരുമോ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിൻ്റെ ആശയം. അംബിഇനി അൻ ഷൈഇൻ ഇദാ അഖദ്തു ബിഹി ദഖൽതുൽ ജന്ന. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, വിജയിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാവോ എന്ന്. അവിടെ ചോദ്യത്തിൻ്റെ മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ഞാനിവിടെ പറയുന്ന സമയത്തും അതൊരു പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ സാധ്യതയില്ല. നേരത്തെ കേട്ടതും അറിഞ്ഞതും തന്നെയായ വിവരങ്ങൾ മാത്രം. പക്ഷേ വളരെ സിമ്പിളായിട്ട് പോലും ആ 4 കാര്യങ്ങളുടെ മഹത്വവും പ്രാധാന്യവും, അല്ലെങ്കിൽ അതിന് ഇത്രമേൽ ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളതും നമുക്കെവിടെ വെച്ചോ നഷ്ടപ്പെട്ട് ആ കാര്യങ്ങളോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ലേ എന്ന സംശയത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സദസ്സിൽ ആ ആശയം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ നീണ്ട 17 ദിവസത്തെ പ്രഭാഷണത്തിൽ ഞാൻ 10ാമത്തെ ദിവസം പ്രഭാഷണം. അത്തരം പ്രഭാഷണങ്ങളിൽ ഏതെങ്കിലും ഒരാളുടെ പ്രഭാഷണത്തിൽ വലിയ കാമ്പും അല്ലെങ്കിൽ എടുക്കാനാകുന്ന കാതലായ ടോപ്പിക്കൊന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള ഉസ്താദുമാരെ കൊണ്ട് മേക്കപ്പ് ചെയ്തു പോകും. ഇവിടെ അങ്ങനല്ല. ഇന്ന് ഒറ്റ ദിവസത്തെ പരിപാടിയെ പ്രഭാഷണമായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പറയുന്ന വിഷയം വളരെ പ്രധാനമാണ്. പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഈ 2 വിഭാഗത്തിലുമായി സ്ത്രീകളും ഉണ്ട്. എല്ലാവരും അവരവരുടെ സമയത്തെ വളരെ മൂല്യത്തോടുകൂടി കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ള സദസ്സല്ല എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുണ്ട്. ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ഈ സദസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് എത്ര ജാഗ്രത അതിനോടുണ്ടായിട്ടുണ്ടോ, പിരിയുമ്പോഴേക്ക് കൂടുതൽ അതിനോട്, ആ നന്മകളോട് അടുപ്പം നമുക്കുണ്ടാവണം. എങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്തുണ്ടായ ഈമാനും തഖ്വയും മഹബത്തുമായിരിക്കില്ല പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്നത്. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.
സ്വർഗത്തിലെത്താനാവുന്ന അമലുകൾ എനിക്ക് പറഞ്ഞു തരാവോ എന്ന പ്രമുഖ ശിഷ്യന്റെ ചോദ്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വരുന്നു. ഒന്ന്, അബൂ ഹുറൈറ തങ്ങളെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഉദ്ദേശം നമ്മളൊക്കെ തന്നെയാണ്. ചോദ്യം ചോദിച്ചത് അബൂ ഹുറൈറ തങ്ങളായതുകൊണ്ട് സിംഗുലർ ടേമിൽ ആ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു. നമ്മളെല്ലാവരുമാണ് ആ ഉത്തരം കേൾക്കേണ്ടതും ജീവിതത്തിൽ പുലർത്തേണ്ടതും. എന്താണ് അവിടുന്ന് കൊടുക്കുന്ന മറുപടികൾ? ഈ നാലിലും ഒന്നും കടുപ്പപ്പെട്ടതോ ഭാരം ചുമക്കാനാവാത്തതോ വളരെ വലിയ ടാസ്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതോ ആയ ഒന്നും ഇല്ല. പക്ഷേ ഈ കാര്യങ്ങൾക്ക് സ്വർഗമാണ് സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, മോനെ അബൂ ഹുറൈറ, അഫ്ശിസ്സലാം, സലാം വ്യാപിപ്പിക്കണം. സലാം പറയണം എന്നല്ല മിക്ക ഹദീസുകളിലും ഉണ്ടാവുക. സലാം വ്യാപിപ്പിക്കുക എന്നാണ് പറയുക. എന്താണ് സലാം പറയുക, സലാം വ്യാപിപ്പിക്കുക തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് അങ്ങനെ പറയണത്? സലാം പറയുക എന്നുള്ളത് മാത്രമാവാൻ ഒരാളോട് സലാം പറഞ്ഞാൽ തീർന്നു. സലാം പറഞ്ഞല്ലോ അയാളുടെ ജീവിതത്തിൽ. അതുപോരാ. അഫ്ശിസ്സലാം മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നിനക്ക് പരിചയമുള്ള ആളോടും ഇല്ലാത്ത ആളോടൊക്കെ സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ടാവണം. ഇതിൻ്റെ മഹത്വങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ SOSൻ്റെ ഒരു ക്യാമ്പിൽ കുറച്ച് കാലം മുമ്പാണ് ഒരു ക്ലാസ് കഴിഞ്ഞ് ആ പള്ളിയിൽ, ഒരു പള്ളിയിലാണ് ആ ക്യാമ്പ് നടന്നത്. ക്ലാസ് കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദിൻ്റെ റൂമിലിരിക്കുക. അപ്പോൾ പുറത്തുനിന്ന്, അഥവാ പള്ളിയിൽ നിന്ന്, റൂമിൻ്റെ പുറത്തുനിന്ന് എന്ന് ഉദ്ദേശിച്ചത്, ഒരാൾ ചോദിക്കുന്നത് ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്, ക്ലാസ് എടുത്ത ഉസ്താദിനൊന്ന് കാണാൻ പറ്റുമോ എന്ന്. എന്നെ തന്നെ കാണാനല്ലേ ചോദിക്കണത്. മുസന്നിഫൻ അങ്ങോട്ടേക്ക് പോയേക്കാം എന്ന അർത്ഥത്തിൽ ഞാൻ അങ്ങോട്ട് പോയി. നിങ്ങളെന്താ ചോദിച്ചേ? ഉസ്താദ് പറഞ്ഞല്ലോ, ജീവിതത്തിൽ കൂടുതൽ എന്ത് കാര്യം ചെയ്തു അത് ചെയ്യുമ്പോഴാണ് മരണം ഉണ്ടാവുക. അതെ. അപ്പോൾ ഞാൻ കരുതി അയാൾ ആ ചോദ്യത്തിന് വല്ല ഉദ്ദേശം ഉണ്ടാവും, വല്ല തെളിവ് ചോദിക്കാനോ കിതാബിൻ്റെ ഇബാറത്ത് ചോദിക്കാനോ ആയിരിക്കും. പക്ഷെ അതിനല്ല അയാൾ ചോദിക്കണത്. അയാൾ പറയണത്, എനിക്കതിന് തെളിവുണ്ട് ഉസ്താദേ. ഇങ്ങോട്ട് പറയാം. എന്തേ? അയാളെ നാട്ടിലൊരു മനുഷ്യൻ, അയാളെ നാടും എൻ്റെ നാടൊക്കെ അടുത്തടുത്ത് തന്നെ, അയാൾ ഒരു ഹാജിയാരാണ്, കരീം ഹാജി എന്നങ്ങാനാണ് പേര്. ആരെ കണ്ടാലും സലാം പറയും, ആരെ കണ്ടാലും സലാം പറയും. പിള്ളേർ മൂപ്പരെ ട്രോളിയിട്ട് വിളിക്കൽ തന്നെ സലാം ഹാജി എന്നാണ് വിളിക്ക്. ശരിക്കും സലാം എന്നല്ല അയാളെ പേര്. കാരണം ആരേത് ദൂരത്തൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും അങ്ങനെ പറയും അത്രേ. അപ്പൊ ഇയാളെ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പൊ സലാം ഇങ്ങോട്ടേക്ക് എറിയുമെന്ന്. അയാൾ മരിക്കുന്ന ഘട്ടത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞിരുന്നത് എനിക്ക്. എന്തേ, അയാളെ മോനോ മറ്റോ വീട്ടിൽ വന്നപ്പോൾ കൈ പിടിച്ചിട്ട് എന്തല്ല മോനെ അസ്സലാമു അലൈക്കും, അത് കഴിഞ്ഞ ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചു. അയാൾ അവസാനം പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേര് കൂടിയാണ്. അതും ചൊല്ലിയിട്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. അഫ്ശിസ്സലാം, പരിചയമുള്ള ആളോടും പരിചയമില്ലാത്ത ആളോടൊക്കെ സലാം പറയണം. പരമാവധി ആളോട് സലാം പറയണം. ഒരു ദിവസം 20 പേരോട് സലാം പറയുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്നു ഷുവറ. അങ്ങനെയാണ് അതിൻ്റെ ഗ്യാരണ്ടി. ചില റിപ്പോർട്ടുകളിൽ 10 എന്നും കാണാം. ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തീബുൽ ഹദ്ദാദ് എന്ന കിതാബിൽ യാദൽ ജലാൽ വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ് എന്ന ആശയം വരുന്ന ദിക്റിൻ്റെ വ്യാഖ്യാനത്തിൽ ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള 10-20 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയണത്, ഡെയിലി 10 പേരോടോ 20 പേരോടോ സലാം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്നതാണ്.
അത്രയും പ്രാധാന്യമുണ്ട് സലാമിന്. 10 പേരോടൊക്കെ സലാം പറയാൻ വലിയ പ്രയാസമുണ്ട്. ഇത് പ്രയാസമുള്ളത്. നമ്മൾ എത്രായിരം ആൾക്കാരെ ഡെയിലി കാണുന്നുണ്ട്. സലാം പറയലിന്റെ മഹത്വം മനസ്സിലാക്കിയവർ ഒരിക്കൽ പോലും ആ ചാൻസ് മിസ്സാക്കൂല. 2 മുഅ്മിനുകൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറയാതെ പോകുകയാണെങ്കിൽ മലക്കൾ അത്ഭുതത്തോടെ ചോദിക്കും, എത്രേ ഇത്രയും വലിയ പ്രതിഫലമുള്ള ഒരു നന്മക്ക് ചാൻസ് കിട്ടിയിട്ട് ഇവരെന്താ മിണ്ടാതെ പോണത്? മലക്കൾ പരസ്പരം ചോദിക്കുമെന്ന് മൂജിബുദാരിസ്സലാം എന്ന കിതാബിൽ കാണാം. സലാം പറയുന്ന ആൾക്കാർ കൂടുതൽ കൂലി ഉണ്ടാവുക. സത്യത്തിൽ പൊതുനിയമം അനുസരിച്ച് ഫർളിനാണ് സുന്നത്തിന് കൂടുതൽ കൂലി ഉണ്ടാവേണ്ടത്. ഇവിടെ സലാം മടക്കൽ ഫർളാണെങ്കിലും അതിന് കാരണക്കാരനായ സലാം പറച്ചിൽ ആ സുന്നത്തിനാ കൂടുതൽ കൂലി. അത് അവിടെ ഉള്ളൊരു നിയമം, പൊതുനിയമത്തിൽ നിന്ന് എക്സെപ്ഷനായ ഒരു നിയമമാണത്. സലാം പറയുന്ന ആൾക്ക് 90 കൂലിയും മടക്കുന്ന ആൾക്ക് 10 കൂലിയാണ്. എത്ര വലിയ ഓഫറാണ്! സലാം പറയുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവർ ഒരാളെ കാണാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. എന്തിന്? പുതിയ ഒരാളെ കണ്ട ഒരു സലാം പറയാൻ ചാൻസ് കിട്ടുമല്ലോ എന്ന്. അതിൽപ്പെട്ട മഹാനാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ടൗണിലേക്ക് പോകും. എന്തിന്? സാധനങ്ങൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊന്നും അല്ല, ഒരാളെ പുതുതായി കാണാൻ. ടൗണിലെത്തിയ കുറേ ആളെ കാണാലോ, കുറേ പേരോട് സലാം പറയാലോ. ആ നന്മ കിട്ടാൻ, ആ ഓഫർ കിട്ടാൻ, ഒരു സാധനം പർച്ചേസ് ചെയ്യാനില്ലെങ്കിലും അങ്ങാടിയിൽ ആ ഒരു കൂലി കിട്ടാൻ വേണ്ടി, നന്മ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ എത്ര ഇതിൻ്റെ മഹത്വം! നമുക്കെത്രയാ സാധ്യതകൾ ചുറ്റുവട്ടത്ത്. ഒരു ദിവസം തന്നെ ശരിക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 100-200 സലാം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നടക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ആണുങ്ങൾ 100, സ്ത്രീകൾ 200, ഇന്നത്തെ 300 ആയില്ലേ? എത്ര ഒരു ഓഫറാണത്! ചില്ലറ കാര്യമാണോ അത്? നമുക്ക് എത്രായിരം ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മുഅ്മിനെ കണ്ടുമുട്ടി സലാം പറയാനുള്ള സാധ്യത, ചാൻസ് കിട്ടി, എന്നിട്ട് മിസ്സാക്കുക എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. സ്വർഗത്തിലേക്ക് പോവാനുള്ള അമലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു നന്മയാണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ശരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് നന്മകളുണ്ട്. നിസ്കാരം അതിനാണ് നമ്മൾ നിർവഹിക്കുന്നത്. നോമ്പ് അതിൻ്റെ ഒരു താല്പര്യത്തിലാണ്. സക്കാത്ത് കൊടുക്കുന്നത് അങ്ങനെ തന്നെ, ഹജ്ജും അങ്ങനെ തന്നെ അല്ലേ? സാധാരണക്കാരായ നമ്മളൊക്കെ ഒരു താല്പര്യം ഒന്ന് സ്വർഗം കിട്ടണം എന്നാണ് അല്ലേ? അതെ. പക്ഷെ ഇതിലേറ്റവും എളുപ്പമായ കാര്യം, സ്വർഗത്തിലെത്താൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം സലാം പറയലാണെന്ന് മഹാന്മാർ പറയുന്നു. നന്മകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലെത്താൻ ഒരു റിസ്ക്കും ഇല്ലാത്തൊരമലാണ് സലാം പറയൽ. അങ്ങനെയാണ്. ചില നന്മകൾക്ക് അങ്ങനെ ഉണ്ടാവും. ഉദാഹരണം പറയാം, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നന്മ, നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താ? നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ഹറാമുകൾ, തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഒരു റിസ്ക്കും ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ലോകത്തുണ്ടോ? ഉണ്ട്. എന്താ അത്? നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി. നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് ചൊല്ലുന്ന 33 സുബ്ഹാനല്ലയും മറ്റ് അദ്കാറും ദുആവും, അതിനൊക്കെ കൂലി വേറെ ഉണ്ട്. നീ ഒന്നും ചൊല്ലിയില്ല എന്ന് കരുത്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നാൽ, മാദാമ ഫീ മുസല്ലാഹു, അവിടെ ഇരുന്നാൽ നിന്റെ ദോഷം പൊറുക്കും. ബുഖാരിയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്
ഇബ്നു ബത്വാൽ റളിയല്ലാഹു അൻഹു പറയുന്നതാണ് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ, ലോകത്ത് ഒരു അധ്വാനമില്ലാതെ ദോഷം പൊറുക്കാൻ പറ്റുന്ന അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മമാരതൊന്ന് ആലോചിക്കണം. വെള്ളം ചൂടാക്കാൻ വെച്ച് ചായപ്പൊടി ഇടാൻ പാകത്തിലാകുമ്പോഴേക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരാം എന്ന കണക്ഷൻ ടച്ച് ഫ്ലൈറ്റ് ടച്ച് ട്രെയിനായി നമ്മളെ നിസ്കാരത്തെ ഒരിക്കലും കണക്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. വേറെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയി നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഇരുത്തത്തിന് അത്ര ഊക്ക് കിട്ടൂല. വേഗം എണീക്കാൻ ഇങ്ങനെ വസ്വാസ് വന്നുകൊണ്ടിരിക്കും. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറച്ച് അധിക സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടും. നമ്മളിപ്പോൾ ഇനി അടുത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ളത് സുബിഹായിരിക്കും. ഉദാഹരണം പറയാം, നിങ്ങൾ നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നത്തെ വയൽ ഇങ്ങനെ ചെവിയിലടിക്കും. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു മലക്കളുടെ ദുആ ഉണ്ടാകും. ആ ചെവിയിൽ അടിച്ചിട്ട് ആ സൗണ്ട് ഇങ്ങനെ ചെവിയിൽ അലയൊലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നോക്കെ ഇബ്ലീസ് വിടൂല. എല്ലാം എനിക്ക് കാല് കടച്ചലില്ലേ, കാലിന് നീരില്ലേ, ഇപ്പറതല്ലേ കസേര, അവിടെ കയറിയിരുന്നു ചൊല്ലിക്കോ, ഇവിടെ ഇരുന്നിട്ട് തന്നെ ആവണമെന്നുണ്ടോ? കണ്ടോ കടകള് എന്തെങ്കിലും തിരക്ക് പറഞ്ഞ് അസൗകര്യം പറഞ്ഞ് നമ്മൾ അവിടുന്ന് എഴുന്നേൽപ്പിക്കും ഇബ്ലീസ്. കാരണം ഇബ്ലീസ് കാര്യമായിട്ട് നമ്മളെ കൊണ്ട് തെറ്റേൽപ്പിച്ചത് മൂപ്പര കൂടെ നരകത്തിൽ കമ്പനിയായിട്ട് പോകാനല്ലേ. അപ്പോൾ ഈ ദോഷം പുറത്താൽ മൂപ്പര് കുടുങ്ങിയല്ലോ, ഒറ്റക്ക് കൊണ്ടി വരുമല്ലോ. അതാണ് പ്രശ്നം. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. മലക്കളെ ദുആ ലഭിക്കാൻ അതൊരു കാരണം. മലക്കൾ ദുആ പറഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കാതിരിക്കോ? മലക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് അല്ലാഹല്ലേ. വദുആഉൽ മലായികതി മർജൂഉൻ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതളാ. ഫതുൽ ബാരിയിൽ കാണാം. മലക്കൾ ദുആ പറഞ്ഞാൽ എങ്ങനെ അല്ലാഹ് സ്വീകരിക്കാതിരിക്കുക? മലക്കൾക്ക് ശഫാഅത്തിനുള്ള അർഹത അല്ലാഹ് കൊടുത്തല്ലേ. അവർ അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരല്ലേ. ഒരു തെറ്റുകുറ്റവും ജീവിതത്തിൽ വരാത്ത മഅസൂമീങ്ങളല്ലേ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അവരുടെ ദുആ എങ്ങനെയാ തള്ളിക്കളയുക? ആ മലക്കുകളാണ് ദുആ ചെയ്യുന്നത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന മനുഷ്യന്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി വരേണ്ട ഒരു നന്മയാണ്. വിഷയം അതല്ല. സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി അഫ്ഷിസ്സലാം. നീ ഒരു സലാംക്കയാവുക, നീ ഒരു സലാമാജിയാവുക. നീ സലാം പറയൂന്ന് നിന്നെ കാണുന്ന പരിചയമുള്ള എല്ലാവർക്കും ഉറപ്പുണ്ടാകണം. ഇപ്പൊ സലാം പറയൂന്ന്. കാരണം നീ അങ്ങനെയാണ്. നീ ഒരാളെ കണ്ട സലാം പറയണം. അസ്സലാമു അലൈക്കും. എന്തപ്പാ അതിൽ ചെലവ്? അതിലിപ്പോൾ എന്താ ചെലവ്? കുറേ വഴലുകൾ കേട്ട് കുറേ പോയിന്റുകൾ എഴുതി വെച്ച് ഉള്ള വയലിനൊക്കെ മാഷാ അല്ലാ തബാറക്കല്ലാ അടിപൊളി വയൽ കേട്ടോ. മൂപ്പര വയൽ ഞാൻ പലപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് എന്ന കമൻ്റെല്ലാം അടിക്കുന്നതിന് പകരം ഒരൊറ്റ നന്മ ഒന്നെങ്കിലും ശരിയാണല്ലേ ഈ പറഞ്ഞത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൂടെ? ആരെ കണ്ടാലും സലാം പറയുക. അതിനിപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു നന്മനെ കൊണ്ട് നമ്മൾ കഴിച്ചലായാലോ. നമ്മളെ അള്ളയല്ലേ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇന്നമിൻ മൂജിബാത്തിൽ മഗ്ഫിറ. ദോഷങ്ങൾ പുറത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ് ബദ്ലുസ്സലാം. മോനെ നീ സലാം ഇങ്ങനെ കൊടുക്കണം. കണ്ടവരോടൊക്കെ സലാം പറയുക. അസ്സലാമു ഖബലൽ കലാം. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് സലാം ഇങ്ങനെ പറയുന്ന ശീലം ഉണ്ടാവണം. എങ്കിൽ ഇന്നമിൻ മൂജിബാത്തിൽ മഗ്ഫിറ, നിന്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ മുസ്നദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ദോഷങ്ങൾ പുറത്തു കിട്ടും.
തീർന്നിട്ടില്ല. സലാം പറയുന്നതിൻ്റെ വേറൊരു മഹത്വം എന്താന്ന് വെച്ചാൽ, അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും. നീ നിന്റെ ഭാര്യയോട് സ്ഥിരമായി സലാം പറയുന്ന ആളാണ്. എപ്പം വൈഫിനെ ഫോൺ വിളിച്ചാലും സലാം പറയും. മെസ്സേജ് അയക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ടൈപ്പ് ചെയ്ത് സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ട് എങ്കിൽ തഹബ്ബബ്തും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ സ്നേഹം വർദ്ധിക്കും. അവല അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും, നിങ്ങൾ പരസ്പര സ്നേഹം ഉണ്ടാവുന്ന അവിടെ പറഞ്ഞത്. അറബിയിൽ തഫഅല വസ്നിൽ ഒരു കാര്യം പറഞ്ഞാൽ പരസ്പരം എന്നാണ്. ഫഅലക്കും അതിൻ്റെ അർത്ഥം ഉണ്ടെങ്കിലും തഫഅലും ഫഅലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുകയല്ല. ഭാര്യ ഭർത്താവിനോട് എപ്പം മിണ്ടുമ്പോഴും സലാം പറയാറുണ്ട്. മടക്കുന്ന ഭർത്താവ് നിന്നെ നല്ലോണം സ്നേഹിക്കും. പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ്. തഫഅല എന്ന് പറഞ്ഞാൽ തഹബ്ബബ, ആ ഒരു ടേമിലാണ് വരിക. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല സ്നേഹം നൽകുമാറാവട്ടെ. അപ്പോൾ ഒരാളോട് ദേഷ്യം ഇല്ലാതിരിക്കാൻ, അയാൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വരാൻ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മതി. അപ്പോൾ നാട്ടുകാരെല്ലാവരും പരസ്പരം കണ്ടാൽ സലാം പറയുന്ന ശീലം ഉണ്ടാവണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സലാം സമാധാനത്തിൻ്റെ മതമാണ്. അതുകൊണ്ട് എല്ലാവരെ കണ്ടാലും അസ്സലാമു അലൈക്കും. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിം, മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയണം. ഇസ്ലാം സമാധാനത്തിൻ്റെ മതം, അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കണ്ടോ കണ്ടോ, ഇവിടെയുള്ള എല്ലാവർക്കും സലാം. ഇത് വലതുഭാഗത്തെ മോമിനീങ്ങളെ അവിടെ കരുതൽ സുന്നത്തും കൂടിയാണ്. നിസ്കാരം കഴിയുന്ന സമയത്തുള്ള സലാം പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ മലക്കുകൾക്കും ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും എൻ്റെ സലാം എന്ന് കരുതൽ സുന്നത്താ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേട്ടോ, ഇനി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാലോ പിന്നെന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അൻതസ്സലാം. കേട്ടോ, അല്ലാഹുവേ നീ സലാമാണ്. എന്താ സലാം എന്ന് പറഞ്ഞാൽ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന റബ്ബാണ്. വമിൻക സലാം, നിന്റെ അടുത്ത് നല്ലേ സലാം നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഒറിജിനൽ മുസ്ലിമായ ഒരാൾക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവില്ല, ഒരാളോടും ഉണ്ടാവില്ല, ഒരാളോടും ഉണ്ടാവില്ല. അയാളുടെ മതത്തിൽ ഉള്ള ആളാവട്ടെ, അയാളുടെ പ്രത്യാശാസ്ത്രത്തിലുള്ള ആളാവട്ടെ, അയാളുടെ സംഘടനയിൽ ഉള്ള ആളാവട്ടെ, അല്ലാതിരിക്കട്ടെ, ഒരാളോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒറിജിനൽ മുസ്ലിം. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം ആദ്യം അയാളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താ? മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാതിരിക്കട്ടെ, യുക്തിവാദിയാവട്ടെ, റാഷണാലിസ്റ്റ് ആവട്ടെ, ഡൊറാസ്റ്റിക് ആവട്ടെ, ആരും ആവട്ടെ, ഈശ്വരവാദി നിരീശ്വരവാദി എന്തായാലും ആവട്ടെ, മൻസലിമന്നാസ്, സർവ്വജനങ്ങളും നിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാലേ നീ ഒറിജിനൽ മുസ്ലിം ആവുള്ളൂ. സർവ്വജനങ്ങളും നിന്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാകണം. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തയാൾ, അപ്പോഴാ മുസ്ലിം ആവുക. MDM ഉപയോഗിക്കുന്നവൻ എങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? ഓനെ കാണുമ്പോൾ തന്നെ ഉമ്മാക്കൻ്റെ പേടിയാണ്, ഓൻ്റെ വീട്ടുകാർക്ക് പേടിയാ. കഞ്ചാവ് കയ്യിലേന്തി നടക്കുന്നവൻ അവനെങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? അവനെ കാണുമ്പോൾ തന്നെ പലർക്കും പേടിയല്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മൂമിനാവില്ല. അപ്പൊ സ്വഹാബത്ത് വിചാരിച്ച് ഇതാരെക്കുറിച്ചാണ് പറയണത്? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, തീർച്ചയായിട്ടും ഒരുത്തൻ മുഅ്മിൻ അല്ല.
ഖാലു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാണ് തങ്ങൾ പറയണത്? അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, സ്വന്തം അയൽവാസിക്ക് ഇയാളിൽ നിന്ന് നിർഭയത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്ക് ഇയാളെ വരുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അല്ലാഹ് മൂപ്പർ വരുന്നുണ്ടല്ലോ, മറ്റേ ആ പ്രശ്നം പറയാനായിരിക്കും. അയൽവാസിക്ക് നമ്മളെ പേടിയുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന അയൽവാസികൾ, ഫ്ലാറ്റിലാവട്ടെ, അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്തുള്ള നെയ്ബർ ആവട്ടെ, ഏതുമാവട്ടെ, നിന്റെ അയൽപക്കക്കാരന് നിന്നെ പേടിയുണ്ടെങ്കിൽ നീ ഒറിജിനൽ മൂമിനല്ല. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാർ പറയാ, ലഹരി ഉപയോഗിക്കുന്ന ആളുടെ അയൽവാസി എല്ലാം എടുക്കട്ടെ, ഭർത്താവിനെ പേടിയല്ലേ? ഭർത്താവിനെ പേടിയാ ഭാര്യക്ക്. കാരണം അച്ചങ്ങായി ഉപയോഗിച്ചിട്ടാ വരുന്നത്. കുത്തിക്കൊന്ന കേസുകൾ നാടിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവൻ ഒറിജിനൽ മൂമിനാവുക? കണ്ടോ? അപ്പൊ നമ്മളൊക്കെ സലാം പറയുന്ന ശീലം ഉണ്ടാവുന്നതോടൊപ്പം എല്ലാവർക്കും നമ്മൾ സലാമത്ത് നൽകുന്നവരും ആവണം. ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയത് നിസ്കരിക്കാത്തതുകൊണ്ടല്ല, ആ പൂച്ചക്ക് സ്വന്തമായി ചെറിയ ചെറിയ പാറ്റകളെ പിടിച്ച് തിന്നാനും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിവുണ്ട്. നീ സ്വന്തമായിട്ട് അതിനെ പോകാൻ അനുവദിച്ചിട്ടില്ല. എന്നാ പിന്നെ നീ ആ കെട്ടിയിട്ട പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ അതും കൊടുത്തിട്ടില്ല. പോട് നരകത്തിൽ. കണ്ടോ? പൂച്ചനെ ഉപദ്രവിച്ചതിന് വരെ ഇസ്ലാം നരകാപ സമ്മാനം കൊടുക്കണത്. അപ്പോൾ പിന്നെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചവരുടെ കഥ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? മോനെ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസി ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, ആരോടും വെറുപ്പില്ലാതെ മോനിക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ, ലിഅഹദിൻ എന്ന് പറഞ്ഞാൽ ആരോടും. അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫതുഹുൽ ഇലാഹിൽ കാണാം, മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, ആരോടും വെറുപ്പില്ലാതിരിക്കുക. അങ്ങനെ നിനക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫ്അൽ, മോൻ അങ്ങനെ ജീവിക്കണം. 10 കൊല്ലത്തെ ഖാദിമിന് നബി തങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം അതാണ്. മോൻ ആരെയും വെറുക്കാതെ ജീവിച്ചാൽ അതാണ് മോൻ്റെ ജീവിതം, അടിപൊളി ജീവിതം. അങ്ങനെ ജീവിച്ചാൽ മോൻ എൻ്റെ സുന്നത്ത് എടുത്തുള്ള ആളായി, മോൻ എൻ്റെ സുന്നത്ത് പിൻപറ്റിയ ആളായി. എൻ്റെ സുന്നത്ത് പിൻപറ്റിയാൽ കാനമായി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണത്തക്ക വിധത്തിൽ സ്വർഗ സീറ്റ് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓഫർ ചെയ്ത് എന്താണെന്നറിയോ? സലീമായ ഖൽബാവുക, ആരോടും വെറുപ്പില്ലാതിരിക്കുക. എനിക്കെന്താണെന്നറിയില്ല, മൂപ്പര പണ്ടേ പിടിക്കാറില്ല. അതൊന്നും നല്ല നിലപാടല്ല, നല്ല നിലപാടല്ല. ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക. അത് ശത്രുവാവട്ടെ മിത്രുവാവട്ടെ, നിന്റെ സംഘടനക്കാരനാവട്ടെ അല്ലാതിരിക്കട്ടെ, ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക. ഇതാണ് മുസ്ലിം. ഈ ഇസ്ലാം നമ്മളല്ലാതെ പിന്നെ ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് നമ്മൾ ഓരോരുത്തരുമല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? ആരെ കണ്ടാലും സലാം പറയണം എന്ന് പറഞ്ഞ മതം. മോനിക്ക് അല്ലാഹു രക്ഷ തരട്ടെ. നിസ്കാരം അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങി തീരുമ്പോഴേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സലാം പറയുന്ന മതം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പറയണത് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈഹി യർജിഉസ്സലാം. ഇത് മുഴുവനും സലാമത്തിൻ്റെ, രക്ഷയുടെ, സമാധാനത്തിൻ്റെ മതം എന്നുള്ളത് ചൊല്ലാനുള്ളതല്ലല്ലോ, ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതല്ലേ. നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവവും വാക്കുകൊണ്ട് മാത്രമല്ല, ഒരാളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് നടന്നാൽ അതും ഗീബത്താണെന്നല്ലേ സഹാബി ഇമാം പറഞ്ഞത്. അയാളെ പണ്ടേ എനിക്ക് പിടിക്കാറില്ല. കാരണം അയാൾ മൊത്തത്തിൽ ഒരു
അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാം, അത് അയാളെ കുറിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതും ഗീബത്താണ്, പറഞ്ഞിട്ടില്ലെങ്കിലും ഗീബത്താണ്. സ്ഥിരമായി ഒരാളെ കുറിച്ച് മോശം വിചാരവുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും ഗീബത്താണെന്നല്ലേ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലേ? മുഗ്നിയിൽ മുഹ്താജിൽ ഖതീബു ശിർബീനി തങ്ങൾ പറഞ്ഞത്. ആകയാൽ നമ്മളൊക്കെ സലാമിൻ്റെ അഹലുകാരാണ്. രണ്ടാശയാണ് പറഞ്ഞത്, ആരെ കണ്ടാലും സലാം പറയണം. അതുപോലെ ആ പറയുന്നതിൻ്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. അഫ്ശി സലാം, മോനെ അബൂ ഹുറൈറ എല്ലാവരോടും സലാം പറയണം. അത് സ്നേഹം വർദ്ധിക്കാൻ, ദോഷങ്ങൾ പുറത്തു കിട്ടാൻ, സ്വർഗത്തിൽ സ്ഫടിക കൊട്ടാരം കിട്ടാൻ, സ്വർഗത്തിൽ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഇതിനെല്ലാം കാരണമാണ് സലാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. രണ്ടാമത്തത്, 4 കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. സമയത്തിന് 1 വേഗതയുണ്ട്, 2 പരിമിതിയും ഉണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അബൂ ഹുറൈറ തങ്ങളുടെ ചോദ്യം, നബിയെ സ്വർഗത്തിലെത്താൻ പറ്റുന്ന അമല് പറഞ്ഞുതരോ എന്നായിരുന്നു. 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ 1 പറഞ്ഞു സലാം എല്ലാവരോടും പറയണം. രണ്ടാമത്തത് മോനെ അബൂ ഹുറൈറ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ശീലം നമുക്ക് ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. സ്വർഗത്തിലെത്തുന്ന ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നന്മ. നമ്മുടെ ഭക്ഷണം കഴിച്ച ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ അത് നമുക്കൊരു പ്രതീക്ഷയാണ്. നമ്മുടെ ഒരു ഉരുളയെങ്കിലും വയറിൻ്റെ അകത്തളത്തിലെത്തിയ ഒരാൾ സ്വാലിഹാണെങ്കിൽ, മുത്തഖിയാണെങ്കിൽ അത് നമുക്ക് ആഖിറത്തിലുള്ള ഒരു പ്രതീക്ഷയാണ്. അതാണ് നിന്റെ ഭക്ഷണം മുത്തഖീങ്ങൾ കഴിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം. സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാർ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നരകക്കാരായ ആൾക്കാർ പതറി പ്രയാസപ്പെട്ട് വളരെ ടെൻഷനായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആഖിറത്തിൽ. ആ യാത്രക്കിടയിൽ സ്വർഗക്കാരനായ ഒരാളോട് നരകത്തിലേക്ക് പോകേണ്ട ആള് ചോദിക്കും, എത്രേ നീ എന്നെ മറന്നോ? ആ നിങ്ങളല്ലേ, നിങ്ങൾ എനിക്ക് കുറേ കാലം വെള്ളവും ഭക്ഷണമൊക്കെ തന്നാളല്ലേ? അതെ. നിങ്ങളെന്താ പിന്നെ നരകക്കാരനായത്? അങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതിൻ്റെ കാരണം കൊണ്ട് നരകത്തിലേക്ക് എത്തേണ്ട ഈ മനുഷ്യൻ ടെൻഷൻ പറയും. ഒരുപാട് ഭക്ഷണം കഴിച്ച ആ മനുഷ്യൻ സ്വർഗക്കാരൻ മലക്കൾ മുഖേന പറയും, ഞാൻ സ്വർഗത്തിലേക്കില്ല. എന്തേ കാരണം? എനിക്ക് അന്നം തന്ന, എൻ്റെ തക്കാഫുൽ ഏറ്റെടുത്ത് എനിക്ക് ഭക്ഷണം തന്ന, എൻ്റെ ചെലവ് ഏറ്റെടുത്ത ആ മനുഷ്യൻ നരകക്കാരനാകുമ്പോൾ ഞാൻ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാണ്? അപ്പോൾ അള്ളാഹു മലക്കളോട് പറയും, അയാൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ വക മൂപ്പര് ശഫായത്ത് ചെയ്യുന്നല്ലേ, മുഅ്മിനീങ്ങളെ ശഫായത്തല്ലേ, അയാളെയും കൂടി സ്വർഗത്തിലേക്ക് എത്തിച്ചോളീ. ഓ മനുഷ്യരെ, ഓ മുഅ്മിനീങ്ങളെ, വലിയ പ്രതീക്ഷയുള്ള ഹദീസാണിത്, വലിയ പ്രതീക്ഷയുള്ള ഹദീസാണിത്. നമ്മുടെ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ച് ആ മനുഷ്യൻ സ്വാലിഹാണ്, മുത്തഖിയാണ്, ആലിമാണ്, സ്വർഗക്കാരനാണെങ്കിൽ അത് മതി നമുക്ക്, അത് മതി. ആകയാൽ നമ്മൾ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവും. അതെങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് പാവങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കണം. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത്, പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത്
ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെടൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ. മൂപ്പരടുത്ത് നിന്ന് എന്താ കിട്ടേണ്ടത്? മൂപ്പരടുത്ത് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഫോൺ തന്നെ ഇല്ല. പച്ച സാധു അയാളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഈമാനുള്ളവർക്കും കിബ്റില്ലാത്തവർക്കും മാത്രമേ കഴിയൂ. കാരണം അയാൾക്ക് അധികാരമില്ല, അയാൾക്ക് സ്ഥാനമാനങ്ങളില്ല, അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല, അയാൾക്ക് പണമില്ല, അയാൾക്ക് ഭൗതികമായി നമ്മെ സന്തോഷിപ്പിക്കാൻ ഒന്നുമില്ല. അതൊരു പച്ച സാധു പള്ളിയിൽ ദൂരസ്കാരത്തിന് കണ്ടന് ആ തുണിയും ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഒരു സാധു. കുടുക്ക് 2 പൊട്ടിയിട്ടുണ്ട്, 4 പല്ല് പൊട്ടിയിട്ടുണ്ട്. എങ്ങനെയാ തുണി കൊടുത്തത് നമുക്കെന്നെ തിരിയണില്ല. ആ മനുഷ്യനെ വിളിച്ചിട്ട് ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണമെങ്കിൽ കിബറില്ലാതിരിക്കണം. വലിയ വലിയ നേതാക്കൾക്കും ഫേമസ് ആയ മനുഷ്യനും സെലിബ്രേറ്റഡ് ആയ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അത് നമുക്ക് എല്ലാവർക്കും കഴിയും. അതൊന്നും വലിയ കാര്യമല്ല. പാവങ്ങളെ മഹബത്ത് വെക്കാൻ കിബ്റില്ലാത്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാം പാവങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് പറയും, മിസ്കീനുൻ മഅൽ മസാകീൻ, പാവങ്ങളുടെ ഇടയിൽ ഒരു പാവം എന്ന് പറയും. അലി റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ആര് വിളിച്ചാലും അങ്ങോട്ടേക്ക് പോകും. കാരണം ആ വീട്ടിൽ കാര്യമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല. എന്ത് ഷവർമ ഉണ്ടാകാനൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്നും ഉണ്ടാവില്ല. എന്നാലും അവർ വിളിച്ചതിന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉള്ളത് കഴിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ഈ പാവങ്ങളായ വീട്ടുകാരോട് പറയത്രേ, എൻ്റെ വീട്ടിൽ നാളെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരണമെന്ന്. അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ എന്തുണ്ടാവാനാ? ഉള്ളത് വെച്ച് അവരെ സൽക്കരിക്കും. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത് വലിയ ഇബാദത്താ. വലിയ ഇബാദത്തല്ലെങ്കിൽ എങ്ങനെ? പാവങ്ങളെ ഇഷ്ടം വെക്കുന്നത് വലിയ ഇബാദത്തല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായിട്ട് അള്ളാഹിനോട് ചോദിക്കും. അത് റസൂലുള്ള കാര്യമായിട്ട് അള്ളാഹിനോട് ചോദിച്ച ഒരു കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നന്മ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് തരണേ അല്ലാഹ്, വതർക്കൽ മുൻകറാത്ത്, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, വഹുബ്ബൽ മസാകീൻ, പാവങ്ങളോട് മഹബത്ത് എൻ്റെ ഹൃദയത്തിൽ നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഏറ്റവും ടോപ്പ് അടിമ, ഏറ്റവും ടോപ്പായ മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ആ കാര്യം എന്താ? വഹുബ്ബൽ മസാകീൻ, പാവങ്ങളോട് മഹബത്തിൻ്റെ ഖൽബിൽ നൽകണേ അല്ലാഹ്. പാവങ്ങളോടുള്ള മഹബത്ത് ഒരാൾക്ക് ഖൽബിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ട്. അത് ഈമാനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. അത് നമ്മുടെ ആലോചനയിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളൊക്കെ സ്വതക്ക ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത് ഈമാനിൻ്റെ അടയാളമാണ്. അത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. കാരണം അയാളിൽ നിന്നൊന്നും തിരികെ കിട്ടാനില്ല. മൻ അഹബ്ബലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ വേറൊരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹം എന്തിൻ്റെ സ്നേഹമാണ്? ഈമാൻ പൂർത്തിയായതിൻ്റെ സ്നേഹമാണ്. അഫ്ളലുൽ അഅ്മാൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് അതേതാ? അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടം വെക്കല. ഇപ്പൊ പാവങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചും അവരെ വീട്ടിലേക്ക് കിറ്റെത്തിച്ചും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അത് നമുക്കുണ്ടാവണം. സ്വഭാവം നമുക്കുണ്ടോ? ആഖിറത്തിൽ കുടുങ്ങാനില്ല.
പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? നമ്മളെ രക്ഷപ്പെടും. നിങ്ങൾ നോക്ക്, അലി സൈദുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയും പാവങ്ങൾക്ക് ഫുഡിൻ്റെ കിറ്റ് ചുമന്ന് കൊണ്ടുപോകത്രേ. ആരും അറിയാതെ, ഒരാളും അറിയാതെ പാവങ്ങൾക്ക് തൻ്റെ വീട്ടിൽ നിന്ന് കിറ്റാക്കിയിട്ട് കൊണ്ടുപോകും. കുറച്ച് ദിർഹം ആ കീസിൽ ഇങ്ങനെ തിരികും. ഫ്രം അഡ്രസ് അന്വേഷിക്കേണ്ടതില്ല, ഇതാരാ കൊണ്ടുവന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് പറ്റിയത് തന്നെയാണ്, നിങ്ങൾക്ക് അനുവദിച്ച തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. ഇത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് എങ്ങനെയാ ചരിത്രത്തിന് കിട്ടിയത്? അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഈ പാവങ്ങൾക്ക് എത്തുന്ന കിറ്റ് നിന്നുപോയി. മഹാനവറുകളെ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഇവിടെ 2 കറുത്ത പാടുകളുണ്ട്. കുറേ ബാണ്ടം ഇങ്ങനെ ചുമന്ന് നടന്ന കാലങ്ങളോളം പാവങ്ങൾക്ക് വേണ്ടി നട്ടപ്പാതിരാക്ക് ചുമന്ന് നടന്നതിൻ്റെ ഫലമായി ഇവിടെ അടയാളമുണ്ടത്ര. അവരുടെ ചാരിറ്റി അത്രയും രഹസ്യമായിട്ടായിരുന്നു. ഉള്ള ചാനലുകാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ആരും അറിയിക്കാതെ പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. കുറേ സാധുക്കളായ മനുഷ്യരുടെ കരങ്ങളുണ്ടാവണം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ കുറേ സാധുക്കൾ. ഇത്ര പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഞാനിപ്പം വരുന്നത് കാസർഗോഡ് നിന്നാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറുമ്പോൾ ഒരു ചെറിയ മോന്, ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ചെറിയൊരു മോന് അവരുടെ കാസർഗോഡൻ സ്ലാങ്ങിൽ ഭാഷയിൽ പറഞ്ഞ് പൊരായിട്ടു ഉസ്താദ്. ഞാൻ ചോദിച്ചു, എന്താ മോനിക്ക് പോരാവാത്തെ? ഉപ്പാക്ക് കച്ചോട കുറവ് ഉസ്താദ്. ഞാൻ കരഞ്ഞുപോയി. എന്തപ്പോൾ ആ കുട്ടീനോട് ഞാൻ പറയേണ്ടത്? എന്തപ്പോൾ പറയേണ്ടത്? അപ്പോൾ ആ കുട്ടീൻ്റെ ഉമ്മയും വീട്ടുകാരൊക്കെ ആ ക്ലാസ്സിന് വന്നിരുന്നു. ആദർശ ക്ലാസ്സാണ്. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവരങ്ങെത്തിയിട്ടുണ്ട്. ആ ഉമ്മ ഈ കുട്ടീനെ അയച്ചതാണ്. പൊരായിട്ടില്ല ഉസ്താദ്, ഉപ്പ കച്ചോടല്ല കുറവ്, തറ ഇട്ടിട്ടേ ഇല്ലൂ. എന്തപ്പോൾ അമ്മ എന്നോട് പറയേണ്ടത്? എത്ര സാധുക്കളുണ്ട് നമ്മളെ ചുറ്റുവട്ടത്ത്. നമുക്കപ്പോഴും പുതിയൊരു ഫോൺ കൊണ്ടുവരാനും പുതിയ വണ്ടി ഇറക്കാനുള്ള വ്യഗ്രതയിലും താല്പര്യത്തിലുമാണെങ്കിൽ പാവങ്ങളെ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയ നന്മയാണ് വഹുബ്ബൽ മസാക്കീൻ, പാവങ്ങളോട് മഹബത്ത് നൽകണേ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല തിരക്ക് പിടിച്ച ഘട്ടത്തിൽ കാഴ്ചയില്ലാത്ത ഒരു പച്ച മനുഷ്യൻ വിളിച്ചു പറഞ്ഞ്, നിങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും, നിങ്ങളെ പേരെ കുറേ ആളുണ്ടാവും, എന്നെ ഒന്നും മൈൻഡാക്കുമോ? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് അയാളിലേക്ക് അങ്ങോട്ടേക്ക് പോയി എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ ലോകം അറിയപ്പെട്ട മഹാപണ്ഡിതൻ. ഇതാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ട സ്വഭാവം. സുൽത്താനുൽ മുസ്താദ് പഠിപ്പിച്ച ശീലം നമുക്കതാണ്. അബുൽ മസാക്കീൻ എന്ന ഉസ്താദിന് വെറുതെ കിട്ടിയ പേരല്ല. അബുൽ ലൈത്താം എന്ന ഉസ്താദ് എവിടെന്നെങ്കിലും കോളേജിൽ നിന്ന് പഠിച്ച ബിരുദമല്ല. ഈ 19 കൊല്ലം ജീവിച്ച് കാണിച്ചു തന്ന ജീവിതമാണത്. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്ഥാനപ്പേരുണ്ട്. എന്തേ? അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പ. അത്രയും പാവങ്ങളെ കെയർ ചെയ്യുന്ന സ്വഹാബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. ആ മഹദിക്കുണ്ട് ഒരു പേര്, ഉമ്മമാരെ കേട്ടോളി, ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ. വീട്ടുവാതിൽക്കൽ വരുന്നവർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, വീട്ടുവാതിൽക്കലിൽ വരാതെ നാണമുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അവർക്കും കിറ്റെത്തിച്ചു കൊടുക്കണ്ടേ എന്ന ഭാര്യയുടെ ചോദ്യത്തിൻ്റെ മുന്നിലാ അലി സൈനുൽ ആബിദീൻ തങ്ങൾ പുതിയ 8 ആളെ കണ്ടെത്തിയിട്ട് അവർക്ക് ചോദിക്കാൻ നാണക്കടയുണ്ട് വരാത്തതാണ്. അതുകൊണ്ട് അവരെ വീട്ടിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അറിയുമ്പോൾ അവർക്ക് വിഷമാവും. അതുകൊണ്ട് ഞാൻ നട്ടപ്പാതിരാക്ക് കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞ് കാലങ്ങളോളം ആ വീട്ടിലേക്ക് കിറ്റെത്തിച്ച് കൊണ്ടു കൊടുത്തത്. നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. പാവങ്ങളെ മഹബത്ത് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും. എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത്? അള്ളാഹ്ക്ക് ഇപ്പോൾ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ? ഇല്ല. അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളാണോ ഒരാളുടെ ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടുന്നത്? അല്ല.
അങ്ങനെയെങ്കിൽ എങ്ങനെ ഫിറോൻ പണക്കാരനായത്, കാറൂൻ പണക്കാരനായത്, എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത്? അള്ളാൻ്റെ ഇഷ്ടാനിഷ്ടത്തിൻ്റെ മാനദണ്ഡമൊന്നുമല്ല സമ്പത്ത്. ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും. പാവപ്പെട്ട നബിമാരില്ലേ? ഉണ്ട്. തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരില്ലേ? ഉണ്ട്. പണക്കാരായ നബിമാരില്ലേ? ഉണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാം ഇല്ലേ? കോടീശ്വരന്മാരായ സ്വഹാബത്തില്ലേ? ഉണ്ട്. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ ജീവിച്ച സ്വഹാബത്തില്ലേ? ഉണ്ട്. അപ്പൊ പണം അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല. പിന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചത്? പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നറിയാനാണ്. ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിതവും എന്ന് നോക്കാനാണ്. അതിനാ അള്ളാഹു സംവിധാനിച്ചത്. സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മൊഴിജിതത്ത് കൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിച്ചു. ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്ത് ഓഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക്, അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ? ഇല്ല. അപ്പൊ മനസ്സിലായി നമ്മളല്ല പോയിനെന്ന്. ഇത്രയുള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ഉപ്പ 25 കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ്. നമ്മളെല്ലാം ഉപ്പാൻ്റെത് ഊരിയെടുത്തു. ഇനി ഖബറിലേക്ക് പോകുമ്പോൾ വെറും 3 കഷ്ണം തുണികളല്ലേ ഉള്ളൂ. ആ വാച്ച് ഉപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ? ഇല്ല. അവസാനമുള്ള വാച്ചും ഊരിയെടുക്കും. ഉമ്മാമാന്റെ ചെവിയിൽ മുഴുവൻ സ്വർണ്ണ. ചില നാട്ടിൽ അതിനെ അലിക്കത്ത് എന്നൊക്കെ പറയും. ഓൾറെഡി കാത് കുത്തിയതിന്റെ പുറമെ ഇവിടെ എല്ലാം സ്വർണം. അത് മുഴുവൻ ഊരി 98 വയസ്സുള്ള ആയിഷ ഹജ്ജുമ്മയുടെ ചെവി താണ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തരി പൊന്നേ ഇനി ബാക്കിയുള്ളൂ. അത് ഊരിയെടുക്കാൻ കഴിയുന്നില്ല. വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു. അവർ കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ പറയോ കിടക്കട്ടെ ഉമ്മാമാന്റെ ചെവിയിൽ? ഇല്ല. അവസാനത്തെ തരി വരെ പൊരിച്ചെടുത്ത് കൊണ്ടുപോയിട്ടല്ലാതെ ഖബറിലേക്ക് നീക്കൂല. പിന്നെ എന്തിനാ ചങ്ങായിമാരെ ഈ പിശുക്കൊക്കെ? ആർക്ക് വേണ്ടിയിട്ടാ ഈ പിശുക്ക് കാണിക്കണത്? അതാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയേണ്ടത്? അല്ല പകരം തരും എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തിനു നീ പിശുക്ക് കാണിക്കുന്നു എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. എന്തൊരു അർത്ഥവത്തായ ചോദ്യമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ പാവങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു കമ്പനിയുടെ മുന്നിലേക്കൂടെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു. നിസ്കരിച്ചിട്ട് തിരിച്ചു വരുന്നു. 2 സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അവിടെ ക്യാഷറിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ക്യാഷ് എണ്ണുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ആ ചങ്ങായി ക്യാഷ് എണ്ണാണ്. അതും 500 നോട്ട്. അസറിന് പോകുമ്പോൾ ഉണ്ട് മൂപ്പര് എണ്ണുന്നു. മഗ്രിബിന് പോകുമ്പോൾ ഉണ്ട് മൂപ്പര് എണ്ണുന്നു. നമ്മളാരെങ്കിലും വിചാരിക്കും ഇയാളെന്ത് കോടീശ്വരന മനുഷ്യന്. കാരണം എത്ര സമയം ഇയാളെയും എത്ര പൈസ ആരെങ്കിലും വിചാരിക്കോ? ബുദ്ധി ഉണ്ടെങ്കിൽ ഇല്ല. കാരണം ഇത് കമ്പനിയിലേക്ക് വന്ന കാശ് മൂപ്പര് എണ്ണുന്നതാണ്, കൗണ്ട് ചെയ്യുന്നതാണ്. ഇവരുടേതല്ല ഒരു 500 രൂപ പോലും എന്ന സാമാന്യ ബുദ്ധിയിൽ നമുക്ക് തിരിയും. ഇല്ലേ? തിരിയും. അതേപോലെ നമ്മുടെ അക്കൗണ്ടിലും ഷെൽഫിലും വീട്ടിലും പേഴ്സിലും പോക്കറ്റിലുള്ള പണം അള്ളാഹു നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എണ്ണി കൊടുക്കൂ. അതുകൊണ്ടാണ് അള്ളാഹ് സ്വതക്കനെ കുറിച്ച് പറയുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും, നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും. സമ്പത്ത് എൻ്റെതാണ്, അവൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തതാണ്, ജസ്റ്റ് അവന് കൊടുക്കട്ടെ. യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. തൊട്ട് ശേഷം പറഞ്ഞ വാക്ക് നോക്കണം, മിമ്മാ റസഖ്നാഹും, നമ്മളാണ് ചങ്ങൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. ഓ എന്താ പ്രയോഗം അത്! യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും, നമ്മൾ നൽകിയത്. എന്തിനാ നമ്മൾ നൽകിയത് എന്ന് പറഞ്ഞത്? നമ്മൾ നൽകിയതിൽ നിന്ന്
യുംഫിഖൂൻ, അവർ ചെലവഴിക്കും. പിന്നെന്തിനാ നമ്മൾ പിശുക്ക്? ഇന്നലെ കൊടുത്തതല്ലേ നാളെ കൊടുക്കണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വത്ത് കിട്ടി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഫുള്ളായിട്ട് കൊടുക്കുക. കൊടുത്തു 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 തീരുന്നില്ല. ളുഹറായി തീരുന്നില്ല, അസറായി തീരുന്നില്ല. കണ്ടോ, അത്രയും വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഖസീദത്തുൽ ബുർദയിൽ നബി തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ഇമാം ബൂസീരി റഹിമഹുല്ലാ പറഞ്ഞത് കസ്സഹരി ഫീ തറഫി വൽ ബദരി ഫീ ഷറഫി വൽ ബഹരി ഫീ കറമി. സ്വതക്കന്റെ വിഷയത്തിൽ തങ്ങൾ കടൽ പോലെയാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? കടൽ എന്ന് പറഞ്ഞാൽ കടലിൽ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി പോയി, മത്സ്യത്തിന് വേണ്ടി പോയി, അയാൾക്ക് കിട്ടും. നാളെയും പോയി, അയാൾക്ക് പിന്നെയും കിട്ടും. ഈ ഷെഫീഖ് എന്ന് പറയുന്ന ആളെ എല്ലാ ദിവസവും പോകുന്നുണ്ട്, എല്ലാ ദിവസവും കടൽ മീൻ കൊടുക്കും. ഏതെങ്കിലും ദിവസം കടൽ പറയോ നീ അല്ലട ഇന്നലെ വന്നത്, എനിക്ക് ഇന്നലെ കിട്ടിയ മതിയായിട്ട് ഇതെന്തട എല്ലാ ദിവസവും നീ വരുന്നത്? കടൽ ഏതെങ്കിലും ദിവസം പറയോ? ഇല്ല. 10 ആഴ്ച പോയി, 2 കൊല്ലം പോയി, ഏതെങ്കിലും ദിവസം കടല് ഇന്ന് മീൻ തരൂല, കാരണം എനിക്ക് തന്നിട്ട് തന്നെ മടുത്തല്ലോ, കടൽ പറയോ? ഇല്ല. ഷെഫീഖ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ കടലിൽ മുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ മുത്തെടുക്കാൻ പോയിട്ട് മുത്ത് കിട്ടി. പിറ്റേ ദിവസം മുത്തെടുക്കാൻ പോയ കടൽ പറയോ നീ ഇനി വരണ്ട? ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ബൂസൂരി ഇമാം പറയാ കൽ ബഹരി ഫീ കറമി, അവിടുന്ന് കടൽ പോലെയാണ്. ആര് ചോദിച്ചു വന്നാലും കൊടുക്കും. ആര് ചോദിച്ചു വന്നാലും ഒരാളോടും ഇല്ല എന്ന് പറയുന്ന പരിപാടി അവിടത്തേക്കില്ല. ഇല്ല എന്ന് പറയൂല. ആകെ അവിടുന്ന് ഇല്ല എന്ന് പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രം ഇല്ല പരിപാടി അവിടത്തേക്ക് ഇല്ലേ ഇല്ല. ഇല്ല എന്ന് പറയൂല. എല്ലാവർക്കും ഇൻ വജദ ജാദ വ ഇല്ല വഅദ. ഇപ്പൊ ഉണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പൊ സമ്പത്തില്ലേ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയും 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫണ്ട് എത്താനുണ്ട്, മോനിക്ക് തരാം. അങ്ങനെയാ. വ ഇൻ ജാദ വജദ വ ഇൻ വജദ ജാദ, ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ കൊടുക്കും. വ ഇല്ല വഅദ, ഇല്ലേ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫണ്ട് വരാനുണ്ട്, മോൻ പേടിക്കേണ്ട തരാം. ഒരാൾ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല. അയാൾ ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യ്, ഇന്ന ആളെടുത്തുനിന്ന് പോയിട്ട് വാങ്ങിക്കോളി, ഞാൻ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തോളാം. മോൻ്റെ വിഷമം ഇപ്പം ഇടുന്ന് തീരണം, മോനോട് പോയിക്കോളി. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ട് പറഞ്ഞു എന്തിനാ നബി കയ്യാത്ത പണിയൊക്കെ തങ്ങളെ ഏറ്റെടുക്കണം? ഈ റിസ്ക് ഏറ്റെടുക്കാനൊക്കെ അല്ലാഹു പറഞ്ഞു. അതിന് തങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ വേറൊരു അൻസ്വാരിയായ സ്വഹാബി എണീച്ചിട്ട് പറഞ്ഞു മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങൾ അല്ലാഹു കൈവിടൂലല്ലോ നബിയെ, തങ്ങളെ ഏറ്റെടുത്ത് കൊടുത്തോളി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു വബിഹാദാ ഉമിർതു, ഇങ്ങനെ ജീവിക്കാനാണ് എന്നോട് എൻ്റെ അല്ലാഹു പറഞ്ഞത്. ഇല്ലാന്നറ്റോ ആട്ടിപ്പായ്ക്കല്ല വേണ്ടി, കുറച്ച് ടൈറ്റാണ് ബിസിനസ്, കുറച്ച് ഡള്ളാണ്. അങ്ങനെയല്ല, അങ്ങനെ ആ പരിപാടിയൊന്നുമില്ല. വന്നവർക്ക് മുഴുവനും കൊടുക്കുക. കഫം പുടക്ക് കീശിയില്ലല്ലോ, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്തിനാ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും. ഇപ്പോൾ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി, ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിലില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വതക്ക ആ ബക്കറ്റിലിട്ടതായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്. പാവങ്ങളെ മുഴുവനും ചേർത്ത് നിർത്തണം. മുത്തഅല്ലിമീങ്ങളെ നല്ല ഹുബ്ബ് വെക്കണം. ബിദ്അത്തുകാർ പലപ്പോഴും ആലിമീങ്ങളെയും തങ്ങന്മാരെയും മുത്തഅല്ലിമീങ്ങളെയൊക്കെ പരിഹസിക്കും, അവരെ പലതും പറഞ്ഞ് കളിയാക്കും. അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ ഉസ്താദുമാർ കാണിച്ചു തന്നതാണ്. കോഴിക്കോട് അങ്ങാടിയിൽ ഒരു സ്ഥലം ചെറിയ റേറ്റിന്, ചെറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപക്ക് എന്നല്ല, ആപേക്ഷികമായി ചെറിയ റേറ്റിന് കൊടുക്കാനുണ്ട് എന്നൊരു ഹാജിയാർ അറിഞ്ഞാൽ വെറും 2 CR 2 കോടിയേ ഉള്ളൂ എന്ന് അറിഞ്ഞാൽ ഇയാൾ ഉടനെ തന്നെ അനുജനെയോ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയും ഞാൻ 1 കോടി ഒപ്പിക്കാം, നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യോ. കോടികൾ വില വരുന്ന സ്വത്താണത്. ഇപ്പോൾ അത് കയ്യിലാക്കിയാൽ ഭാവിയിൽ നമുക്ക് കോടികൾ മില്യൺ കണക്കിന് നമുക്ക് വാരിക്കൂട്ടാം. എന്ത് ചെയ്യണം എന്നാലോചിക്കും.
അതേ സമയത്ത് സുൽത്താനുൽ മുസ്താദ് അത് അറിഞ്ഞാൽ ഉസ്താദ് ഉടനെ തന്നെ ആലോചിക്കും, അവിടെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വരുന്ന മോമിനിയങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം. അവിടെ വരുന്ന രോഗികളുടെ കൂടെ കിടക്കുന്നവർ അല്ലെങ്കിൽ കൂടിരിപ്പിന് വരുന്ന വിഷമം അനുഭവിക്കുന്ന സഹായികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരു സെൻറ്റർ, സാന്ത്വനം സെൻറ്റർ വേണം. കണ്ട, ആലിമും ആജിയാരും തമ്മിലുള്ള വ്യത്യാസം കണ്ടങ്ങള്. അതുകൊണ്ട് കൂട്ടുകാരെ, മോമിൻ മോമിനാത്തുകളെ, ഭക്ഷണം കൊടുക്കുന്ന ശീലം നമുക്ക് വേണം. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ആ പത്തിരിക്കാരൻ്റെ കഥ മറക്കരുത് എന്ന് പറയും. എന്താ ഉപ്പ ആ പത്തിരിക്കാരൻ്റെ കഥ? 70 കൊല്ലം ഇബാദത്തെടുത്ത് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, മുൻഗാമികൾ. അയാൾ പിന്നീട് 7 ദിവസം ഒരു പെണ്ണിൻ്റെ ഷർറിൽപ്പെട്ട് തെറ്റ് ചെയ്തു പോയി. അയാൾ പിന്നെ സുമ്മ ഖറജ ഹാരിബൻ, അതിൽ നിന്ന് ഓടിപ്പോയി പാവങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലെത്തി. അവിടുന്ന് ആരോ ഒരു പത്തിരി കൊടുത്തു, റൊട്ടി കൊടുത്തു. അയാൾക്ക് അത് വേണം, വിശപ്പുണ്ട്. ആ വിശപ്പുണ്ടായിരിക്കെ തന്നെ തൊട്ടപ്പുറത്തുള്ള മിസ്കീന്മാർക്ക് അത് സ്വതക്ക ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ അയാൾ മരിച്ചുപോയി. അയാളുടെ 70 കൊല്ലത്തെ ഇബാദത്ത് അതാ ഒരു തട്ടിൽ വെച്ചു, മറ്റേ തട്ടിൽ അയാളുടെ വൃത്തികേടുകളും വെച്ചു. ആ 70 കൊല്ലത്തെ ഇബാദത്ത് ചെറുതായി പോയി. ആ വലിയ തെറ്റിൻ്റെ മുന്നിൽ അയാൾ പരാജയപ്പെടുമെന്ന ഭീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ 7 ദിവസത്തെ ഹറാമ വെക്കുകയും ഇയാൾ ഭക്ഷണം കൊടുത്ത ആ പത്തിരി കൊടുത്തത് അടവെക്കുകയും ചെയ്തപ്പോൾ ഈ ഭക്ഷണം കൊടുത്ത വർക്കത്തുകൊണ്ട് അയാൾ സ്വർഗത്തിലെത്തുന്നത്. ആ കഥ നിങ്ങൾ ആരും മറക്കല്ലേ എന്ന് മക്കളോട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യും. അത്രയും വലിയ ഇബാദത്ത ഭക്ഷണം കൊടുക്കൽ. നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാ? ഈ ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവൻ്റെ വയറ്റിൽ നമ്മുടെ വക ഒരു ഉരുള വീണാൽ അതാണ് പല ഖൈറാത്തുകളെക്കാളും പല നന്മകളെക്കാളും കൂലിയെന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാര്യക്കും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് എന്തോ നഷ്ടക്കച്ചവടം പോലെ വിചാരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. എന്താ ചെയ്യുക, ഇന്ന് ഭാര്യയ്ക്ക് കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വന്നല്ല, 5000 രൂപ ചിലവായി. എന്താ, ഇതെല്ലാം വലിയ ഇബാദത്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്കയാണ്. അത് ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. നിന്റെ ഭാര്യക്ക് നീ ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്ക, നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്ക, നിന്റെ കുടുംബത്തെ നീ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നതിന് വലിയ ഇബാദത്താണ് അതൊക്കെ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഓരോന്നും മണിക്കൂറുകളോളം പറയേണ്ടതാണ്. പക്ഷേ 9:30 നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കണം. കോഴിക്കോട് ട്രെയിനിൻ്റെ സമയത്ത് എത്തണം ഇൻഷാ അല്ലാഹ്. ഇനി 2 കാര്യങ്ങൾ കൂടി ഈ ഹദീസിൻ്റെ പാർട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോക്കേ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് നടക്കുകയുള്ളൂ. ഇനി സമയത്തിനെ കൂടുതൽ പറഞ്ഞിട്ട് സമയം കളയരുതല്ലോ. 3-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറയാണ്. സ്വർഗത്തിലെത്തുന്ന അമൽ ഏതാണെന്നാണ് ചോദ്യം. 3-മത്തത് വസിലുൽ അർഹാം. എന്താണ് അവിടുത്തെ പ്രയോഗം? റസൂലുള്ളാഹിന്റെ ബർക്കത്തുണ്ട്, നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കുമാറാവട്ടെ. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുന്നവരാണ്. കുടുംബബന്ധം ചേർക്കുന്നതിനേക്കാൾ വലിയ നന്മയൊന്നും ഒരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റൂല. ശ്രദ്ധിച്ചോളി, പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം. കുടുംബബന്ധം ചേർക്കാത്തവൻ്റെ ദുആ സ്വീകരിക്കൂല. എന്താ അതിൻ്റെ കാരണം? അത്രയും വലിയ തെറ്റ് ചെയ്യുന്നുണ്ടാണ്. നമ്മളെപ്പോൾ മനസ്സിലാക്കണം, ഒരു തെറ്റ് വലിയ ഗൗരവം ഉണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായ നന്മ വലിയ മഹത്വമുള്ളതായിരിക്കും. ഏറ്റവും വലിയ തെറ്റേതാ ലോകത്ത്? കുഫർ. അപ്പം ഏറ്റവും വലിയ നന്മ ഏതാ? ഈമാന്. അത് മനസ്സിലാവാൻ കുറേ വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചെറിയ ബുദ്ധി. അപ്പം ഇത് മനസ്സിലാക്കൂ, കുടുംബബന്ധം മുറിച്ചവന്റെ ദുആ സ്വീകരിക്കൂല. അപ്പൊ കുടുംബബന്ധം ചേർക്കുന്നവന്റെ ദുആ സ്വീകരിക്കും. ഓൻ ദുആയിൽ ഇജാബത്തുള്ള മനുഷ്യനാണ്. അയാൾ ഒരു ആലിമോ സയ്യിദൊന്നും ആവണമെന്നില്ല. പെങ്ങന്മാരെ, ഭാര്യയെ, മക്കളെ
ഉപ്പയെ ഉമ്മയെ ശരിക്ക് പരിഗണിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് മോനെ. നീ 2 കരങ്ങൾ നീട്ടിയിട്ട് അള്ളാഹിനോട് ദുആയിരുന്നാൽ അതിന് ഇജാബത്തുണ്ട്. അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാര്, സാധുക്കള്, പോർട്ടറായ മനുഷ്യന്മാരെല്ലാം കണ്ടിന. പോർട്ടർ, കെട്ടെടുക്കുന്ന ആള്, ചായപ്പൊടി, മൈദപ്പൊടി, ചാക്ക് അരി, പയറ്, ഗോതമ്പ്, ഇതൊക്കെ ഇങ്ങനെ ചുമന്ന് നടന്ന മനുഷ്യന്മാരുണ്ട്. പാവങ്ങള്, ഏതെങ്കിലും കമ്പനിയിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ലോഡ് എടുക്കുന്ന മനുഷ്യന്മാർ, വലിയ ലോറി ഡ്രൈവർമാർ, ഓട്ടോ ഡ്രൈവർമാർ, ചായ റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യുന്നവർ, അവരൊക്കെ ഈ പാതിരാക്ക് എണീറ്റിട്ട് അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ ദ്വാരക്കാണ്. 2 അറ്റം മുട്ടുന്നില്ലല്ലോ റബ്ബേ. 2 മക്കൾ പ്രായമായിട്ട് കെട്ടിക്കാനായിട്ടുണ്ട്. ചെറിയ മോൻ്റെ പരീക്ഷാ ഫീസ് അടക്കാനുണ്ട്. ഞാൻ എപ്പോഴാണ് ഒരു പച്ച പിടിച്ച ജീവിതം നയിക്കുക? ഈ മനുഷ്യൻ്റെ ദുആ എങ്ങനെ അള്ളാഹ് തട്ടിക്കളയാ? എങ്ങനെ ഈ മനുഷ്യൻ്റെ ദുആ അള്ളാഹ് തട്ടിക്കളയാ? ഭാര്യൻ്റെ 3 പ്രസവവും ഓപ്പറേഷനാണ്. പരാതിയൊന്നുമില്ല റബ്ബേ. എന്നാലും ആകുന്നില്ല, ഇപ്പം പഴയ പോലെ ലോഡ് എടുക്കാനൊന്നും കഴിയുന്നില്ല. എന്നാലും മക്കളെ പോറ്റണം. ചെറിയ മോളെയും ഒന്ന് കെട്ടിച്ച് റാഹത്തായിട്ട് ഖബറിൽ കിടക്കണം. നടുവൊക്കെ വേദന എടുക്കുന്നുണ്ട്. നീ നമുക്കൊക്കെ സ്വർഗം തരണേ. ആ മനുഷ്യൻ ദ്വാരന്നാൽ എങ്ങനെ സ്വീകരിക്കാതിരിക്കുക? ജാടയില്ല, ഒന്നും അയാളിൽ കാണാനൊന്നുമില്ല. അയാൾ രാവിലെ ടൗണിലെത്തിയിട്ട് തുടങ്ങും ഓട്ടോ ഓടിക്കാൻ, അല്ലെങ്കിൽ ലോഡ് കയറ്റാൻ. പച്ച മനുഷ്യൻ. ഇത്ര സാധുക്കളുണ്ട്. ഓരോരാളെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൽബ് കത്തണം. അവരും അള്ളി അത്ര അടുപ്പുണ്ടാവും. ഒരു ഉമ്മാമ ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നീ ഉള്ളത് ഫോർച്യൂണറിലോ ഇന്നോവയിലോ ആയിരിക്കും. നിർത്തണം നിന്റെ കീപ്പർ, സ്റ്റോപ്പാക്കണം അവിടെ. അവര് പോകുന്ന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു നോക്കി. വലിയ വലിയ കൊമേഴ്സ്യൽ ബിസിനസ് അല്ലെങ്കിൽ മതസ്ഥാപനം തന്നെ ആയിക്കോട്ടെ, അവിടെ കണ്ടിട്ട് നേതാക്കളെല്ലാം കണ്ട് സന്തോഷങ്ങളൊക്കെ അറിയിച്ച് തക്കാഫുലിൻ്റെ ക്യാഷൊക്കെ കൊടുത്ത് തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്തുണ്ടാവും ഒരു ഗേറ്റ് കീപ്പർ, വയസ്സനായ മനുഷ്യൻ. ഗൾഫിലുണ്ടായാളാ മുമ്പ്. ഇപ്പം പിന്നെ ഒന്നിനും വകയില്ല. വീട്ടുകാരോട് എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഭാര്യൻ്റെ വിഷമം കേൾക്കണ്ടെന്ന് വിചാരിച്ച് ജോലി ചെയ്യണമല്ലോ, ജീവിക്കാൻ. ആകെ 6000-8000 രൂപയാണ് ഈ ഗേറ്റ് കീപ്പർക്ക് കിട്ടുന്ന സാലറി. രാപ്പകൽ മേധവന്യെ വെയിലും മഴയും കൊണ്ടിട്ടുള്ള ഈ പച്ച മനുഷ്യൻ. ആ കാലിന് മുടന്തൊക്കെ ഉണ്ടാവും. നമ്മളെ ഓണൊന്നും കേൾക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ ഗേറ്റ് തുറന്നത് ഫുള്ളായിട്ടില്ലെങ്കിൽ നമ്മളെങ്ങാനും കിബറ കാണിച്ചാൽ വിടൂല അല്ലാഹു. അവരും അള്ളാഹ് അത്ര അടുപ്പായിരിക്കും. നമ്മൾ കണ്ണുരുട്ടിയാൽ നിന്റെ 4 മുത്താലിങ്ങളെ തക്കാഫുലൊക്കെ അടുക്കും. പിന്നെ ആ മനുഷ്യൻ പറയാ അള്ളാഹിനോട്, കയ്യാത്തോണ്ടല്ലേ കാല് വെച്ച് നടന്നിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കാൻ നോക്കിയത്. 1 മിനിറ്റ് വൈകിയതിനല്ലേ അയാൾ ചൂടായത്? പണം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ റബ്ബേ എന്നെങ്ങാനും ആ മനുഷ്യൻ പറഞ്ഞാൽ കരിഞ്ഞു പോകും. നമ്മൾ കരിഞ്ഞു പോകും. പിന്നെ എങ്ങനെ ഈമാനോട് മരിക്കാം? നമ്മൾ സുയിത്തിമാൻ പറഞ്ഞില്ലേ, മുസ്ലിമിനെ നിന്ദിച്ചാൽ ഈമാനോടെ മരിക്കൂല. അത് നമ്മൾക്ക് പേടിയുണ്ടാവണം. ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് കുടുംബത്തിലെ സാധുക്കളെയാണ്. അതാ ഏറ്റവും കൂടുതൽ പരിഗണിക്കണം. മൂത്തമ്മയെല്ലാം ഉണ്ടാവും പാവം, ഇളയമ്മ മൂത്തമ്മമാർ. നാട്ടുകാർക്ക് മൊത്തം ചാരിറ്റിയും വാട്സപ്പ് കൂട്ടായ്മയുടെ വക കോടികൾ പിരിക്കുന്നൊക്കെ ഉണ്ടായിക്കോട്ടെ, നല്ല തന്നെ. പക്ഷെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട്, എൻ്റെ മൂത്തന്മാരെ മോളെ കല്യാണം കുറേയായി ഡിലേ ആവുന്നു, ആ ചെക്കൻ പാവ സുഖമില്ലാത്തത് കുറേയായി ചികിത്സക്ക് ഫണ്ടില്ലാതെ, ആ ഒന്ന് പോയി പരിഗണിക്കുക. വസിലുൽ അർഹാം. മോനെ, നീ കുടുംബത്തിൽ നമ്പർ 1 ആയിരിക്കണം. കുടുംബബന്ധം പുലർത്തുന്നതിനേക്കാൾ മുകളിൽ പറക്കാനൊന്നും ഒരു പറവിയുടെ ജനിച്ചിട്ടില്ല, ഇല്ല. അതുകൊണ്ടല്ലേ ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തറുത്ത് വയറ് കീറി കരൾ ചവച്ച് തുപ്പിയിട്ടുണ്ട്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. കരഞ്ഞിട്ട്
അവിടുന്ന് പറഞ്ഞെന്താ അറിയോ? യാ ഹംസ, എന്താ ഹംസ തങ്ങൾ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞ വാക്കെന്താ അറിയാ? ഇന്നക വസൂലല്ലി റഹിമി. ഹംസ തങ്ങൾ കുടുംബം പോറ്റുന്ന ആളല്ലേ, കുടുംബത്തെ ചേർക്കുന്ന ആളല്ലേ, കുടുംബബന്ധം പുലർത്തുന്ന ആളല്ലേ. ഈ ചരിത്രം വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത് എന്താ അറിയോ? ഹംസ നിങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകത ഉണ്ട് ഇഷ്ടം പോലെ, പിന്നെന്താ ഇത് തന്നെ പറയാൻ കാരണം? ഇതന്നെ ഏറ്റവും വലുത്. ഇതിന്റെ മുകളിൽ പറക്കാൻ ഒരു പറവിയും പിറന്നിട്ടില്ല. അതന്നെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇഖ്റ കിട്ടി, ഓതി കേൾപ്പിച്ചു. ഒന്ന് ബേജാറായി, പനി പിടിച്ചു. ഖദീജ ബീവി വേണ്ട എല്ലാ പരിഗണനയും കൊടുത്ത് അന്തരീക്ഷം ഒന്ന് ശാന്തമായി എന്ന് കണ്ടപ്പോൾ എന്തപ്പം ഉണ്ടായത് ചോദിച്ചു. ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്തു. അന്ന് ഖദീജ ഉമ്മാന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, വല്ലാഹി ലാ യുസിക്കല്ലാഹു അബദാ. ഈ മുത്ത തങ്ങളെ അല്ല വിടൂല നബിയെ, ഇല്ല അല്ല തങ്ങളെ വിടൂല എന്ന് പറഞ്ഞാൽ അല്ല തങ്ങളെ കൈ വിടൂല നബിയെ. ആന്തേ ഇന്നക തസിലുർ റഹിമ, തങ്ങൾ കുടുംബം പോറ്റുന്ന ആളല്ലേ, കുടുംബം ചേർക്കുന്ന ആളല്ലേ, കുടുംബബന്ധം പുലർത്തുന്ന ആളല്ലേ. കുടുംബബന്ധം പുലർത്തുന്ന ആളെങ്ങനെയാ അല്ല കൈവിടുക? അങ്ങനെയാണ് നമ്മൾ ആവേണ്ടത്. ഖദീജ ബീവിക്ക് ഇതെവിടുന്ന് കിട്ടിയത്? കുടുംബബന്ധം ചേർക്കുന്ന ആൾ അല്ല കൈവിടൂല. ശരിക്കും ഈ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മാക്ക് ഇങ്ങോട്ടല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്? അത് ജാഹിലിയ കാലത്ത് തന്നെ അറിയപ്പെട്ട ഒരു സിദ്ധാന്താണ്. കുടുംബബന്ധം പുലർത്തുന്ന മനുഷ്യനെ അല്ല കൈവിടൂല. ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ നന്മയും ഇസ്ലാമിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. വിശദ പഠനത്തിന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലയുടെ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അഖാരിബ് എന്ന കിതാബ് പരിശോധിച്ചാൽ മതി. ജ്യേഷ്ഠനെ പരിഗണിക്കണം. എങ്ങനെ? ഉപ്പാനെ കാണുന്ന പരിഗണനയിൽ കാണണം. ഇബ്നു ഹജർ പറയാ, ഉപ്പാനെ കാണുന്ന പോലെ കാണണം ജ്യേഷ്ഠനെ. ഓനങ്ങനെ ചെയ്തു ചോദിച്ചു. ഓനാ? ആരാടാ പറഞ്ഞത്? ഇപ്പൊ നീ ആരാ പറഞ്ഞത്? ഇരട്ടകളായി ജനിച്ച രണ്ട് മഹാന്മാർ, അതിലെ ഇളയ മഹാന് പറയാ, ഞാൻ ഇന്നേ വരെ എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ നടന്നിട്ടില്ല, ഇന്ന് വരെ. എന്താ കാരണം? ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ എൻ്റെ ഇക്കാക്കയുടെ ബേക്കിലല്ലാതെ നടന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ? എന്നോട് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ പറഞ്ഞതിന് ജ്യേഷ്ഠനാന്നുള്ള ബോധം വേണം. ഇതാണ് ഉമ്മയും ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവർ വലിയ വയസ്സിൻ്റെ വ്യത്യാസം, ചെറിയ 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നോ 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 നോ. ജ്യേഷ്ഠൻ എന്താ വിളിച്ചത്? ജ്യേഷ്ഠത്തിനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ഉമ്മനെ പരിഗണിക്കുന്ന പോലെ കാണണം ജ്യേഷ്ഠത്തിയെ. നമ്മളെ അനുജനെ നമ്മളെങ്ങനെയാ കാണേണ്ടത്? അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി, പൊട്ടിപ്പോയി, ബിസിനസ് പൊട്ടി. ജ്യേഷ്ഠന്റെ പരിഗണന എന്താ വേണ്ടത്? ഒരു മോന് ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിയാൽ ഉപ്പവേ സ്ഥലം വിറ്റിട്ടോ വേറെന്തെങ്കിലും സ്വത്ത് വിറ്റിട്ടോ ആ കടക്കാരെ മുഴുവൻ ചൊറയും തീർക്കും, വിഷമവും തീർക്കും. എന്ന പോലെ ഉപ്പ മക്കളെ സ്നേഹിക്കണ പോലെ ജ്യേഷ്ഠൻ അനുജനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ബനജറങ്ങൾ പറയാ, ആ മതാണ് നമ്മളൊക്കെ മതം. നമ്മളെ ബന്ധം എങ്ങനെ? മൂത്തമ്മയെ ഇളയമ്മയെ അഥവാ ഉമ്മാന്റെ സഹോദരിമാരെ പരിഗണിക്കണം. ഏതുപോലെ പരിഗണിക്കണം? അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാർക്ക്. ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലയുടെ അഭിപ്രായ പ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഇളയമാനെയോ മൂത്തമ്മനെയോ ബുദ്ധിമുട്ടിച്ചാൽ ഉണ്ട് എന്ന് വരെ ചർച്ചയിൽ കാണാം. പ്രബലാഭിപ്രായങ്ങൾ, എതിരാഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. എന്നാലും ഇമാമിങ്ങൾ അത്രയും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉപ്പാന്റെ സഹോദരന്മാരെ പരിഗണിക്കണം, അഥവാ മൂത്താപ്പയെ ഇളയപ്പയെ എങ്ങനെ പരിഗണിക്കണം? ഉപ്പാനെ പരിഗണിക്കുന്ന പോലെ പരിഗണിക്കണം. കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മളോട് വല്ല സഹായവും ചോദിച്ചാൽ നമുക്ക് സഹായിക്കാനുള്ള കഴിവുണ്ട്, നീ അത് തിരസ്കരിക്കല്ലേ എന്ന് ഇബ്നു ഹജർ തങ്ങളുടെ ഉപദേശമുണ്ട്. കാരണം നീ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ച പിന്നെ അള്ളാഹ് നിന്നെ തള്ളിക്കളയും. മൻ ഖതഅ റജാഅ മൻ ഇർതജാഉ ഖതഅ അല്ലാഹു റജാഅ യൗമൽ ഖിയാമ. നീ ആരുടെയെങ്കിലും പ്രതീക്ഷ കെടുത്തിക്കളഞ്ഞാൽ നിന്റെ പ്രതീക്ഷ ആഖിറത്തിൽ ഇല്ലാതാക്കും. പിന്നെ പെങ്ങളിങ്ങനെ വിചാരിക്കുക, ഞാൻ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് എനിക്ക് ചിലവിന് തരുന്നുണ്ട്, ശരി തന്നെ, എന്നാലും ഈ കാക്കക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്നൂടെ, മക്കളെല്ലാം കാണാനെല്ലാം ഒന്ന് വന്നൂടെ
എന്ന് നമ്മളെ പങ്കക്ക് നമ്മളെക്കുറിച്ചൊരു മോഹമുണ്ട്. ആ മോഹം നമ്മൾ ആ കെട്ടിക്കലോടുകൂടി ആ പൂതി അങ്ങ് ഇല്ലാതാക്കിയാൽ നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന പലതും നമുക്ക് കിട്ടാതെ പോകുന്ന ഈ ഹദീസ് നമ്മളോട് പറയണം. പെങ്ങന്മാരെ പരിഗണിക്കണം. എന്താ വേണ്ടതെന്ന് ചുരുക്കത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയാം, ഒരാൾ മരിച്ചാൽ അയാളെ കുറിച്ചിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് 4 മോമിനീങ്ങളുടെ നാവിലൂടെ വരണം. അതിന് മലയാളത്തിൽ പറയൽ ആത്മീയ വിലാസം ഉണ്ടാവണം എന്നാണ്. മഹ്മൂദാജി മരിച്ചല്ലേ, എന്ത് നല്ല മനുഷ്യനാന്നല്ലേ, എല്ലാവരും കരഞ്ഞോണ്ടാ പറയണത്. എന്ത് നല്ല മനുഷ്യനല്ലേ, 4 പെങ്ങന്മാരെ പോറ്റാനല്ലേ അയാൾ ഇത്രയും കാലം ഗൾഫിലെന്ന്. ചെറുപ്പത്തിൽ തന്നെ അവരെ വാപ്പ മരിച്ചല്ലേ അല്ലേ. 4 പെങ്ങന്മാരെ കെട്ടിച്ചതും മക്കളൊക്കെ കെട്ടിച്ചതാ മഹ്മൂദാജി അല്ലേ. റമളാനിലൊക്കെ എത്ര ചാക്ക അരിയാ കൊണ്ടിടലും ഓരോ വീട്ടില്. എന്തു മനുഷ്യൻ. അത് മതി, അത് മാത്രം മതി നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ. 4 മോമിനീങ്ങൾ നമുക്കങ്ങനെ ഒരു ആത്മീയ വിലാസം ചേർത്ത് വെച്ചാൽ ദാറ്റ്സ് ഇനഫ്. അത് മതി. ഒരു ചെക്കനെ കുറിച്ചിട്ട് അവൻ്റെ ചെങ്സ് പറയാ, സുഹൃത്തുക്കൾ പറയാ, നമ്മളെ ഷെഫീക്ക് എന്ത് പിക്നിക്ക് ടൂറ്, എന്ത് വൈബ്, എന്ത് പറഞ്ഞാലും അവൻ്റെ ഉമ്മ വിളിച്ചാനും അവൻ വേറെ ഭർത്താനും ഒറ്റപ്പോക്ക. ഒരു ദിവസം ട്രെയിനിന് AC ടിക്കറ്റ് എടുത്തിട്ട് തന്നെ ഉമ്മാക്ക് എന്തോ അസുഖമായതുകൊണ്ട് ഞാൻ യാത്രയിലില്ല, നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ആ ക്യാഷ് ചിലവഴിച്ചാൽ ടിക്കറ്റ് എടുത്തോളി, റീനെയിം ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു. ഓനാ എന്തിന്? ഓനും ഉമ്മാക്ക് അസുഖമായപ്പോൾ അല്ലേ ഗൾഫിൽ നിന്ന് അർജൻറ്റ് പോയ ഉടനെ തിരിച്ചു വന്നത്. അങ്ങനത്തെ ഒരു മോനായാൽ, ഉമ്മ ജീവനായാൽ, ഉപ്പ ജീവനായാൽ, പെങ്ങന്മാർ ജീവനായാൽ, അനുജന്മാർ ജീവനായാൽ അത് മതി മോനെ, അത് മതി. അതാണ് ഈ പഴമക്കാർക്കൊക്കെ ഉള്ള നന്മ. അതാണ് സംഭവം. അവർക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മജ്‌ലിസിൽ ഇരുന്നിട്ടുള്ള കോടിക്കണക്കിന് ചൊല്ലി തീർക്കലും അതൊന്നും അവർക്കില്ല. പക്ഷെ അവർ ജീവൻ്റെ ജീവനായി പെങ്ങളെ കണ്ടിട്ടുണ്ട്, അനുജനെ കണ്ടിട്ടുണ്ട്, ഏട്ടനനിയന്മാർ. അത്രയും സ്നേഹമസൃണമായ ജീവിതമാണ്. വസിലുൽ അർഹാം, വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുന്നവരാവണം. എത്ര വിശദീകരിച്ചാലും തീരൂല. അതിൻ്റെ ഒരു ഏറ്റവും ഷോർട്ടായ ഒരു സമ്മറിയായ പാർട്ട് പറഞ്ഞു എന്ന് മാത്രം. 4-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. സ്വർഗത്തിലെത്താനുള്ള അമലാണ് ചോദ്യം. ഉത്തരം വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും ഉറങ്ങുമ്പോൾ മോനങ്ങ് എണീച്ചിട്ട് തഹജ്ജുസ്കരിച്ചേക്ക്. തഹജ്ജുസ്കരിക്കൂന്ന് മാത്രം പറഞ്ഞാൽ പോരെ? എല്ലാവരും ഉറങ്ങുമ്പോൾ തഹജ്ജുസ്കരിക്കാന്ന് എന്തിനാ പറഞ്ഞത്? എല്ലാവരും പല തെറ്റുകുറ്റങ്ങളിലും പല കാര്യത്തിലും എൻഗേജ് ആകുമ്പോൾ അവിടെ നമ്മളൊരു നന്മ ചെയ്താൽ അതിന് സാധാരണ കൂലിയല്ല ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ അങ്ങാടി, മാർക്കറ്റ്, ടൗണ്, അവിടെ കുറേ ഹറാമുകൾ നടക്കുന്ന സ്ഥലമാണ്. ഉദാഹരണം പറഞ്ഞാൽ വില കയറ്റി പറഞ്ഞ്, ചരക്കിനില്ലാത്ത ക്വാളിറ്റിയൊക്കെ പറഞ്ഞ്, സ്റ്റോക്ക് വളരെ കുറവാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ എത്തിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് കച്ചവടം നടത്തുന്നത് സർവ്വസാധാരണയായിരിക്കും. വഞ്ചിക്കുക അതും സർവ്വസാധാരണയായിരിക്കും. വാക്തത്വം ലംഘിക്കുക, ഇങ്ങനെ മുനാഫിഖീങ്ങളെ പണി കുറേ നടക്കും ടൗണിൽ, മാർക്കറ്റിൽ. അവിടെ ഒരാൾ വിശ്വസ്തനായ കച്ചവടക്കാരനായാൽ അയാൾക്കുള്ള ഓഫർ സാധാ സ്വർഗമല്ല, പിന്നെ നബിമാരുടെ കൂടെ സ്വർഗം. കാരണം ചുറ്റുവട്ടത്ത് മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നടക്കുമ്പോൾ ഒരു ഹറാമും ഇല്ലാതെ, ഒരു കളവും പറയാതെ, ഇല്ലാത്ത ക്വാളിറ്റി പറഞ്ഞ് പറ്റിക്കാതെ കച്ചവടം നടത്തിയാൽ തീർന്നിട്ടില്ല. ഒരാൾ വണ്ടി എടുത്ത് പോകുമ്പോൾ മാർക്കറ്റ് എത്തി, അയാൾ സാധനം വാങ്ങാൻ ഇറങ്ങട്ടെ ഇറങ്ങാതിരിക്കട്ടെ, അതിലൂടെ പോകുമ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലിയാൽ 10 കോടി പ്രതിഫലം. ലക്ഷക്കണക്കിന് തെറ്റുകുറ്റങ്ങൾ സ്പോട്ടിൽ പൊറുക്കപ്പെടും, ലക്ഷക്കണക്കിന് ദറജ അയാൾക്ക് വർദ്ധിക്കും. ഇത്ര ചെറിയ ദിക്റിന് ഇത്ര വലിയ പ്രതിഫലം. യെസ്, ഈ പ്രതിഫലം കേട്ടിട്ട് സ്വഹാബത്തും താബീങ്ങളും ടൗണിൽ സാധനം വാങ്ങാൻ ഇല്ലെങ്കിൽ തന്നെ ടൗണിൽ പോയിട്ട് ഇത് ചൊല്ലിയിട്ട് തിരിച്ചു വരും. കാരണം എന്തിനാ ഈ ലക്ഷക്കണക്കിന് കൂലി കളയുന്നു? അതിൻ്റെ കാരണം ടൗണിൽ മുഴുവനും തെറ്റുകുറ്റങ്ങൾ നടക്കുന്ന സ്ഥലമാണ്.
ആ സ്ഥലത്തൂടെ പോകുമ്പോൾ നീ അള്ളാഹിനെ ഓർമ്മിച്ചാൽ, അവിടെ ആരും അള്ളാഹിനെ ഓർമ്മിക്കാത്തോണ്ടാ പച്ച കളവറിട്ട് പറ്റിച്ചിട്ടും പാവങ്ങളെ പറ്റിച്ചിട്ടൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സും പച്ചക്കറിയും അല്ലെങ്കിൽ ജസ്റ്റ് ലോഡ് കോഴി എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണ വീട്ടിൽ നിന്ന് വണ്ടി വന്നപ്പോൾ വണ്ടി വരുന്നത് അവിടുന്ന് വിടുമ്പോൾ അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കടക്കാരൻ കാമണിക്കൂർ മുമ്പ് അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കോഴിക്കും നല്ലോണം വെള്ളം കൊടുത്തു. എന്തിന്? തൂക്കൊന്ന് കൂടിക്കിട്ടട്ടെ എന്ന്. ഒരു ഉദാഹരണം പറയാം, തൂക്കൊന്ന് കൂടിക്കിട്ടട്ടെ. അങ്ങനെ അള്ളാഹിനെ ഓർമ്മിക്കാതെ പല മോഡലിലും പറ്റിച്ച് നടക്കുമ്പോൾ നീ അള്ളാഹിനെ ഓർമ്മിച്ചല്ലോ, അപ്പൊ നിനക്ക് ചില്ലറ കൂലി തന്നാ പോരാ, ലക്ഷക്കണക്കിന് കൂലി കിട്ടും. ഇതാണ് ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തം. ചെറുപ്പക്കാര് ഇബാദത്ത് ചെയ്യുമ്പോൾ പ്രായമുള്ള മനുഷ്യന്മാര് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂലി കിട്ടാനുള്ള കാരണം എന്താ? ഷാഫി ഇബാദത്തില്ല. എന്താ അതിന്റെ കാരണം? ചെറുപ്പക്കാർക്ക് തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാ. നാലുപാടും ഹറാമുകളിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റുകൾ അഭിമാനമായി കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ, തെറ്റുകുറ്റങ്ങൾ ഏറ്റവും നല്ല കാര്യമായി കൊണ്ടിരിക്കുന്ന ചുറ്റുവട്ടങ്ങൾ. ആ കാലത്ത് ഒരു മോൻ നല്ല മോനായി SSFകാരനായി സുന്നത്ത് ജമാഅത്തുകാരനായി നടക്കുമ്പോൾ അവർക്ക് അർശിന്റെ തണൽ കിട്ടും. അതാണ് ധർമ്മപുരി സമ്മേളനത്തിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉസ്താദ് പറഞ്ഞേക്കണത്. SSFകാരെ നിങ്ങൾ അർശിന്റെ തണലിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ SSFകാരായി ജീവിച്ചാൽ, സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ചാൽ, യുവത്വം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചാൽ നമുക്ക് അള്ളാഹിൻ്റെ തണലുണ്ട്. ഇനി ഇതിനെ മനസ്സിലാക്കുക. വസുല്ലു ബില്ലൈൽ വന്നാസുന്നിയാം. എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ സുഖനിദ്രയിലാവുമ്പോൾ നീ എണീറ്റ് നിസ്കരിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് ലോഹർ നിസ്കരിക്കണ ഫീലിംഗ് അല്ല, അത് കുറച്ച് കഷ്ടപ്പാടുണ്ട്. 4:35 ആയിട്ടുള്ളൂ, ബാങ്ക് കൊടുക്കാനായിട്ടില്ലല്ലോ. മനസ്സ് പറയും, ശരീരം നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയും, നല്ല തണുപ്പുണ്ടെന്ന് കാലാവസ്ഥ പറയും, ചുറ്റുപാട് പലപ്പോഴും നിന്നെ സുഖിപ്പിക്കും. അന്നേരം നീ ഒരു 6 സ്റ്റെപ്പ് നടന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക്, ആ ബാത്റൂമിലിട്ട ചെരുപ്പ് ചവിട്ടുമ്പോൾ അതിൻ്റെ തണുപ്പ് നിൻ്റെ കാലിന് തട്ടിയിട്ട് ഉറക്കിൻ്റെ പകുതി പോകും. ഒന്നൊടുക്കാൻ നിൻ്റെ കയ്യിലേക്ക് വെള്ളത്തിലോടുകൂടി ആ ഉറക്ക് പൂർണ്ണമായി പോയി. ഈ 6 സ്റ്റെപ്പ് നടക്കുമോ അല്ല സിറാത്ത് പാലത്തിൽ ആയിരക്കണക്കിന് കൊല്ലം സഞ്ചരിക്കുമോ? ഏതാണ് വേണ്ടത്? ആ സിറാത്ത് പാലത്തിലെ നടത്തം നിനക്ക് ഒഴിവാവണോ അല്ല ഈ 6 സ്റ്റെപ്പ് നടക്കും? എന്താ ചെയ്യുന്നത്? ബുദ്ധി ഉണ്ടെങ്കിൽ പറയും, വസുല്ലു ബില്ലൈൽ വന്നാസുനിയാം, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചോളാം. ഇനി അറ്റാച്ച്ഡ് ബാത്റൂം അല്ലെങ്കിൽ ഒരു 12 സ്റ്റെപ്പ് സെൻട്രൽ ആളുണ്ടാവും ബാത്റൂം, ഒതുകൊടുക്കാനേ ഒന്ന് നടക്കാം. ബെഡിൽ നിന്ന് എണീറ്റിട്ട് ബാത്റൂമിലേക്കുള്ള ദൂരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അളവുകോൽ. നടക്കോ ഇല്ലയോ? എത്ര കാല ചെറുപ്പക്കാരികളെ ഈ തഹജ്ജുദൊക്കെ വയസ്സന്മാർക്ക് വിട്ടുകൊടുക്കല്? എത്ര കാലം ഇത്? കുറയാല്ല അവർ മാത്രം. ഈ തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുത്ത അതിൻ്റെ യുവത്വകാലത്താ. പശു ഏറ്റവും കൂടുതൽ പാല് തരുത്ത അതിൻ്റെ യുവത്വകാലത്താ. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പള്ളിയിൽ സുബീക്കുള്ളത് വയസ്സന്മാരുമാണ്. ഇത് എത്ര കാലം അവർക്ക് വിട്ടുകൊടുക്കുക? എത്ര കാലം നമ്മൾ വിട്ടുകൊടുക്കും? 10 വയസ്സ് തികയുന്നതിന് മുമ്പ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഉപ്പാനെ കണ്ടിട്ട് തഹജ്ജുദ് ആരംഭിച്ച ആളാണ്. 10 വയസ്സ് എത്തുന്നതിന് മുമ്പ് അള്ളാഹു ചിലരെ നിലംപരിശാക്കിയിടും, നീന്നിച്ചിട്ടിടും, നീ അങ്ങ് ഉയരണ്ടെന്ന് പറയും. എന്നാൽ ചിലരെ തൊയ്സു, ഉയരങ്ങളുടെ പടവുകൾ താണ്ടി അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കും. ഈ ആയത്തിൻ്റെ തഫ്സീർ സിറാജുൽ മുനീർ ലിസ്വാഹിബുൽ മുഗ്നി ഇമാം സയ്യിദുന ഖത്തീബ് ഷിർബീനി റഹിമഹുല്ലാ പറയുന്നെന്താ അറിയാം? അള്ളാഹു ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹു ചെയ്യുന്ന പരിപാടി എന്താ പറയാം? അയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് കൊടുക്കും. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ആരാരുമില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹിനോട് സ്പെഷ്യൽ കോൺവെർസേഷൻ നടത്താൻ അള്ളാഹു സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ കഴിയാത്തത്? അതിൻ്റെ ഉത്തരം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഹൃദയത്തിന് രോഗം ഉള്ള ഒരാൾക്ക് തഹജ്ജുദ് പതിവാക്കാൻ കഴിയില്ല.
അസൂയ, കിബിർ, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, പുകഴ്ത്തണം, ഇത്തരത്തിലുള്ള ചിന്ത കൊണ്ട് നടക്കുന്നവന് തഹജ്ജുദ് പതിവാക്കാനും കൊണ്ട് നടക്കാനും കഴിയില്ലെന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്ത മഹാന്മാരുടെ ജീവിതം നമ്മൾ കൂടുതൽ കൂടുതൽ വായിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള പണിയെടുക്കണം. ഈ 4 കാര്യവും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദ്ഖുലുൽ ജന്നത ബിസലാം, മലക്കളുടെ ആശീർവാദത്തോടെ മോനെ അബൂ ഹുറൈറ സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു നമുക്ക് ഈ ഹദീസിൻ്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ.